ഓക്കെ, നമുക്ക് 9 to +2 പേരൻസ് ആൻഡ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു സെഷനാണ്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മൾ ആദ്യമേ നമുക്കൊരു സെഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു കരിയർ ഗൈഡൻസിന്റെ സെഷൻ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള പ്രസിദ്ധ് സാർ തന്നെയാണ് ഇന്ന് നമ്മളുടെ ഒരു സെഷന് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് സെഷനിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമുക്കൊരു പ്രയറോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. വിൽ സ്റ്റാർട്ട് വിത്ത് എ പ്രയർ ആൻഡ് വിൽ ടേക്ക് ബ്ലെസ്സിങ്സ് ഫ്രം ഗോഡ്. All of you please close your eyes for the prayer. ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം, പാവമാവെന്നെ നീ കാക്കുമാറാകണം, എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം, നിന്നെ ഞാനെന്നുമേ കാണുമാറാകണം, നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം, നേർവരും സങ്കടം ഭസ്മമായിടണം, ദുഷ്ടസംസർഗം വരാതെയായിടണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം, ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം, പാവമായെന്നെ നീ കാക്കുമാറാകണം, പാവമായെന്നെ നീ കാക്കുമാറാകണം. താങ്ക് യു സോ മച്ച് ഓൾ. നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ സെഷന്റെ വെൽക്കം സ്പീച്ചിന് വേണ്ടി മലയാളം ഡിപ്പാർട്ട്മെന്റ് HOD സഞ്ജു SR ക്ഷണിക്കും. Good evening to all. 9 to +2 സ്റ്റുഡൻസിനും അവരുടെ രക്ഷകർത്താക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ സെഷൻ ആണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ വ്യക്തി തന്നെയാണ് ശ്രീ പ്രസിദ്ധ് പ്രസാദ് സർ. കഴിഞ്ഞ സെഷനിൽ കരിയറുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ സാധ്യതകൾ, പുതിയ പുതിയ മേഖലകൾ എന്തൊക്കെയാണെന്ന് ഉള്ള അറിവ് അദ്ദേഹം നമ്മളുമായി പങ്കുവയ്ക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം രത്നസേഖ പ്രൈവറ്റ് ലിമിറ്റഡ് മാർക്കറ്റിംഗ് എഡിറ്ററായും മികച്ച ഒരു മോട്ടിവേഷൻ ട്രെയിനറായും കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ മികച്ച റിസോഴ്സ് പേഴ്സണായൊക്കെ പ്രവർത്തിച്ചു വരുന്ന ശ്രീ പ്രസിദ്ധ് പ്രസാദ് സാറിനെ സ്നേഹത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. Thank you very much. Thank you. സ്കൂളുകളിൽ ഫിസിക്കൽ ക്ലാസ്സുകൾ നടക്കുമ്പോൾ എപ്രകാരമാണോ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന സെഷൻസ് സ്കൂള് കൊടുത്തിരുന്നത്, അപ്രകാരം തന്നെ ഈ കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം പരമാവധി പ്രയോജനപ്പെടുത്തി കുട്ടികളിലേക്ക് ഇത്തരത്തിലുള്ള സെഷൻസ് എത്തിക്കാൻ അതിനുവേണ്ടി മുൻകൈ എടുത്തത് നമ്മുടെ ഡയറക്ടർ ശ്രീ ജിജോ സാറാണ്. സാറിനെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. അടുത്തതായി പ്രിൻസിപ്പൽ ശ്രീമതി ശോഭന മാമിനെയും വൈസ് പ്രിൻസിപ്പൽ രാഹുൽ സാറിനെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ സെഷനിൽ എത്തിച്ചേർന്ന അധ്യാപകർ, രക്ഷകർത്താക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഏവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി നമ്മുടെ റിസോഴ്സ് പേഴ്സണായ ശ്രീ പ്രസിദ്ധ് സാറിനെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. താങ്ക് യു. Prasad sir, you can start the session. Okay. So, good evening, everybody. ഒരുപാട് സന്തോഷം. It is for the second time the school has given me an opportunity. So, thank you very much to the school management. My thanks to Sandeep ji. Yes, he is in the meeting. My thanks to Akash. So, thanks everybody. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മോട്ടിവേഷൻ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കൂടുതലും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, റൈറ്റ്? കഴിഞ്ഞ ക്ലാസ് കരിയറിനെ കുറിച്ചായിരുന്നു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ് മോട്ടിവേഷൻ ടു സ്റ്റഡി. അതാണ് വിഷയം. നമ്മൾ ജനറൽ മോട്ടിവേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, മോട്ടിവേഷൻ ടു സ്റ്റഡി. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അഡിക്ഷൻസ്, ഹൗ ക്യാൻ വി ഗെറ്റ് റിഡ് ഓഫ് അഡിക്ഷൻസ് ഇൻ അവർ ലൈഫ്, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം എന്റർടൈനിങ് ആണ് എൻ്റെ ക്ലാസ് എന്ന് എനിക്ക് ഐ എം ഡൗട്ട്ഫുൾ.
because every time I get an opportunity with this wonderful school, നല്ല വ്യക്തമായിട്ട് കൃത്യമായിട്ട് അവർ പറയും. അത് ആ സ്കൂളിന്റെ ഒരു പ്രൊഫഷണലിസത്തിന്റെ ഭാഗമാണ്, ഡിസിപ്ലിന്റെ ഭാഗമാണ്. ഞാൻ ഒരുപാട് ക്ലാസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരുപക്ഷെ ഈ സ്കൂളിൽ മാത്രമായിരിക്കും മേ ബി വിത്തിൻ 2-3 days ബിഫോർ കൃത്യമായിട്ട് ഒരാൾ കോൺടാക്ട് ചെയ്യും, ക്ലാസ്സിൽ എന്തൊക്കെയാണ് വേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുകയാണ്. രണ്ടാമതൊരു പ്രോഗ്രാമിന് അജണ്ട ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, റൈറ്റ്? ആ ഒരു വെൽ സ്ട്രക്ചേർഡ് കൈൻഡ് ഓഫ് എ പ്രോഗ്രാം, അതിലേക്ക് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് വരുന്ന ആളുടെ ക്ലാസ് ഓട്ടോമാറ്റിക്കലി നന്നാവും എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് തുടങ്ങുന്നു. എൻ്റെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഐ വാണ്ട് യു ടു തിങ്ക് അബൌട്ട് ദ 20th century. ഇപ്പോൾ 21 ജസ്റ്റ് ഒരു 100 വർഷം പുറകോട്ട് പോകണം. 20th century, right? 1900 to 2000, right? My question is to all the students, parents, teachers, ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. 20th century ഏറ്റവും അധികം സ്വാധീനിച്ച കുറച്ച് വ്യക്തികളുടെ പേര് നിങ്ങൾക്ക് ഈ ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? 20th century ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2-3 വ്യക്തികളുടെ പേര് നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് ബി വെരി ഹാപ്പി. ഇന്ത്യൻ നെയിംസ് ആയിരിക്കാം, ഫോറിൻ നെയിംസ് ആയിരിക്കാം. ഇന്ത്യൻ നെയിംസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം, റൈറ്റ്? ആർക്ക് വേണമെങ്കിലും പറയാം, ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും പേരൻസിനും ഒക്കെ പറയാം. ഇത് കുട്ടികൾക്കും പേരൻസിനും ഉള്ള സെഷനാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇവിടെ കാണുന്ന കുട്ടികളെ മാത്രമാണ്, റൈറ്റ്? അപ്പൊ അടുത്തൊക്കെ പേരൻസ് ചിലരൊക്കെ ഈ കിച്ചൺ ഡോറിന്റെ പുറകിലൊക്കെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്, ടേബിളിന്റെ സൈഡിലൊക്കെ നിൽപ്പുണ്ട്. ഒരു സ്ക്രീനിൽ ഒരു തല മാത്രമല്ല, 2 തല 3 തലയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ പല സ്ക്രീനിലും കുട്ടികൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് പേരൻസ് ഒക്കെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താൻ റിക്വസ്റ്റ് ചെയ്യാണ്, റൈറ്റ്? കാരണം ക്ലാസ് കുട്ടികൾക്കും പേരൻസിനോട് കൂടിയാണ്, റൈറ്റ്? കുറച്ച് കാര്യങ്ങൾ പേരൻസിനോടും പറയാനുണ്ട്, കുറച്ച് വഴക്ക് നമുക്ക് പേരൻസിന്റെ അടുത്തും പറയാം. ഇതൊരു അവസരമാണ്, അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ അടുത്തൊക്കെ പേരൻസ് നിൽപ്പുണ്ട്, എനിക്കറിയാം. ക്യാമറയിൽ വരുന്നില്ല എന്നുള്ളൂ. അപ്പൊ അവരെയൊക്കെ ഒന്ന് പിടിച്ചൊരു 1 മണിക്കൂർ സമയം, 1.5 മണിക്കൂർ സമയം, വീട്ടിൽ ഒരുപാട് ജോലി തിരക്കുള്ള സമയമാണ്, എന്നാലും അവരെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പർപ്പസ് കൃത്യമായിട്ട് മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് റെസ്പോൺസ് വന്നിട്ടുണ്ട്. 1 പറയുന്നു മഹാത്മാഗാന്ധി, 2 ജവഹർലാൽ നെഹ്റു, വണ്ടർഫുൾ. ഏബ്രഹാം ലിങ്കൺ, റൈറ്റ്? നോക്കട്ടെ നിങ്ങളുടെ ജനറൽ നോളജും ജനറൽ അവയർനെസ് ഒക്കെ അതുകൂടി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് നമുക്കിത് എടുക്കാം. മഹാത്മാഗാന്ധി, ഓക്കെ, റൈറ്റ്? അഡോൾഫ് ഹിറ്റ്ലർ, ഓ ദൈവമേ, യെസ്. പിന്നെ എത്ര പേരുണ്ട്? നമ്മൾ 109, അതിൽ മേ ബി 8 to 10 ടീച്ചേഴ്സ്, 100 പാർട്ടിസിപ്പൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സുന്ദർ പിച്ചൈ, 20th century എന്ന് പറയുമ്പോൾ സുന്ദർ പിച്ചൈ വന്നിട്ടില്ല. മദർ തെരേസ, ഓക്കെ. മഹാത്മാഗാന്ധി ആൻഡ് ജവഹർലാൽ നെഹ്റു, ഒന്നല്ല സാറേ, എൻ്റെ കയ്യിൽ 2 ഉണ്ട്. നെൽസൺ മണ്ടേല, ഫൈൻ, റൈറ്റ്? സം മോർ ആൻസേഴ്സ് നോക്കട്ടെ, വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ വരുന്നുണ്ടോ? റൈറ്റ്, ഝാൻസി റാണി, ഓ ഗ്രേറ്റ്. സം ആർ ഡൂയിങ് റിസർച്ച്, യെസ്. കുറച്ചുകൂടി ഉത്തരം തെറ്റിപ്പോന്നുള്ള പേടിയൊന്നും വേണ്ട, റൈറ്റ്? എന്ത് ടൈപ്പ് ചെയ്താലും നമ്മളത് എടുക്കും. അറ്റ്ലീസ്റ്റ് യു ഷുഡ് നോ, റൈറ്റ്? 1 answer if you can give, I would be happy. Dr. Zakir Hussain, okay. Stephen Hawking, great, that's a lovely answer. Marie Curie, wonderful. അത് ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. ചില കൃത്യസമയത്ത് ബ്രെയിൻ വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്, റൈറ്റ്? ഒരുപാട് അറിയാം, പക്ഷെ ആ കൃത്യസമയത്ത് അത് വരണം, അല്ലെ? നാവിന്റെ തുമ്പറ്റത്തുണ്ട്, പക്ഷെ അത് വരണം. ഓക്കെ, ഇതാരത്? എനിക്കിത് മനസ്സിലായില്ല, ഇതാരാന്ന് കേട്ടോ. റോസ പാർക്സ്, ദാറ്റ് ഈസ് എ വെരി ന്യൂ നെയിം ഫോർ മീ. നീൽ ആംസ്ട്രോങ്, വണ്ടർഫുൾ. ബിപിൻ ചന്ദ്രപാൽ, ഓക്കെ. ഹിലാരി ആൻഡ് നോർവേ, ഓക്കെ. നിങ്ങളുടെ ആ തോട്ട്, ദാറ്റ് ഡയറക്ഷൻ ഈസ് ആക്ച്വലി ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ ഞാനത് ഇനിയിപ്പോ നമുക്ക് ഒരുപാട് ഡിസ്കഷൻസിലോട്ട് പോകുന്നില്ല. 20th century ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് സ്വാധീനിച്ചത് ആദ്യത്തെ 3 വ്യക്തികളുടെ പേര് പറയാം. അതില് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ഇന്ത്യക്കാർക്കാണ്, റൈറ്റ്? 3ാം സ്ഥാനം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് വെന്റ് ടു ആൽബർട്ട് ഐൻസ്റ്റീൻ, റൈറ്റ്? 2ാം സ്ഥാനം ദ ഗ്രേറ്റസ്റ്റ് ലീഡർ ദ വേൾഡ് ഹാസ് എവർ സീൻ, ഗ്രേറ്റ് മഹാത്മാഗാന്ധി, റൈറ്റ്? 1ാം സ്ഥാനം ദ ഫസ്റ്റ് സ്ലോട്ട് ആക്ച്വലി വെന്റ് ടു സ്വാമി വിവേകാനന്ദ. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 20th century വെറും 3-5 വർഷം മാത്രമാണ് സ്വാമി വിവേകാനന്ദൻ ജീവിച്ചിരുന്നത്, റൈറ്റ്? സോ ദിസ് മാൻ വാസ് ഏബിൾ ടു ക്രിയേറ്റ് സച്ച് കൈൻഡ് ഓഫ് എൻ ഇമ്പാക്ട് ഇൻ ദിസ് വേൾഡ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറിയൊരു കോട്ടിൽ നിന്നാണ് ഇന്നത്തെ ക്ലാസിന്റെ തുടക്കം, റൈറ്റ്? ആൻഡ് ദിസ് ഇസ് വാട്ട് ഗ്രേറ്റ് സ്വാമി വിവേകാനന്ദ tells about the importance of learning something.
അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറയുന്നു, നോ വൺ ഇസ് എവർ റിയലി ടോട്ട് ബൈ another. Each of us has to teach himself. Swami Vivekananda has told this many years back, but I think this quotation is very relevant today. Right? ഇത് പാൻഡമിക് സമയത്തിന് വേണ്ടി അദ്ദേഹം അന്ന് എഴുതിയതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. റൈറ്റ്? ഇതിന്റെ അർത്ഥം എന്താണ്? മുൻപോട്ട് നോക്കുമ്പോൾ 21st century കുട്ടികൾക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സ്കില്ലാണ് സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത്. യു ഹാവ് ടു ബി യുവർ ഓൺ ടീച്ചർ. ഓഫ് കോഴ്സ് നമുക്ക് ഡയറക്ടർ സാർ ഉണ്ട്, നമ്മുടെ സ്കൂളിൽ പ്രിൻസിപ്പൽ ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, റൈറ്റ്? പേരൻസ് ഉണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് മോട്ടിവേഷൻ തരുന്ന ആൾക്കാരാണ് പേരൻസ്. എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ, പക്ഷെ അത് സത്യാവസ്ഥ അതാണ്. റൈറ്റ്? സോ വി ഗെറ്റ് ദിസ് മോട്ടിവേഷൻ എവറി ഡേ. നമുക്ക് ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യാനും നമുക്ക് ഈ മോട്ടിവേഷൻ വേണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പുറമേ നിന്നുള്ള മോട്ടിവേഷന് ഒരു പ്രശ്നമുണ്ട്. ഇറ്റ് ഡൈസ് ആഫ്റ്റർ സം ടൈം. ആ തീ കുറച്ച് നാൾ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറിനുള്ളിൽ ആ തീ അണഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ സ്കൂള് ഒട്ടുമിക്ക എല്ലാ ആഴ്ചയും ഈ ട്രെയിനിങ് പ്രോഗ്രാം തന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്? പല ആംഗിൾസിലുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. റൈറ്റ്? അത് കരിയർ ആണെങ്കിലും മോട്ടിവേഷൻ ആണെങ്കിലും, റൈറ്റ്, സ്റ്റഡി ഹാബിറ്റ്സിനെ കുറിച്ച് ആയിരിക്കാം, മൈൻഡ് റിലേറ്റഡ് ആയിരിക്കാം. റൈറ്റ്? യുവർ സ്കൂൾ ഇസ്, ദാറ്റ് ഇസ് വൈ ദേ കീപ് ഓൺ ഗിവിംഗ് യു ഓൾ ദീസ് പ്രോഗ്രാംസ്. അപ്പൊ നിങ്ങൾ തന്നെ ആണെങ്കിൽ ഇടയ്ക്ക് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് എല്ലാ ആഴ്ചയും സാർ ഈ പ്രോഗ്രാം വെക്കുന്നത്? റൈറ്റ്? അതിന്റെ ഒരു ആൻസർ ഇത്ര മാത്രം, നമുക്കിത് കോൺസ്റ്റന്റ് ആയിട്ട് വേണം. കാരണം പുറമേ നിന്ന് വരുന്ന മോട്ടിവേഷൻ ഇറ്റ് ഡൈസ് ആഫ്റ്റർ സം ടൈം. അപ്പൊ എക്സ്റ്റേണൽ മോട്ടിവേറ്റേഴ്സ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. റൈറ്റ്? രണ്ട് ഇന്റേണൽ മോട്ടിവേഷൻ ആണ്. റൈറ്റ്? a moment will come in your life when you will become internally motivated. ആ ഒരു ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ you will not find meaning and purpose in life. റൈറ്റ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, കരിയറിനെ കുറിച്ച് പറഞ്ഞു. റൈറ്റ്? വി ഡിസ്കസ് ലോട്ട് ഓഫ് ഐഡിയാസ്. അന്ന് ഞാൻ ചോദിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് നമ്മൾ ഉത്തരം കണ്ടെത്തി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, വാട്ട് വാസ് യുവർ മോട്ടിവേഷൻ ടു സ്റ്റഡി? പഠിക്കാനുള്ള മോട്ടിവേഷൻ എന്താണ് എന്ന് അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയ ആ ഒരു പോയിന്റിൽ നിന്നാണ് എൻ്റെ ക്ലാസ് ഇന്ന് തുടങ്ങുന്നത്. നമ്മൾ പറഞ്ഞു, ദ മോട്ടിവേഷൻ ടു സ്റ്റഡി ഇസ് ആക്ച്വലി എ കരിയർ, എ പ്രൊഫഷൻ. നമ്മുടെ മുൻപിൽ കാണുന്ന വലിയ ആ ഒരു ലക്ഷ്യം, അത് മുൻപിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കരിയറിനെ കുറിച്ച് അത്രത്തോളം സീരിയസ് ആവും. കരിയർ എത്രത്തോളം നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആണോ, റൈറ്റ്, അത്രത്തോളം ഒരു കൺസിസ്റ്റൻസിയോട് കൂടി നമ്മൾ എല്ലാ ദിവസവും പഠിക്കുന്നുള്ളതാണ്. യു വിൽ ഫൈൻഡ് മീനിങ് ആൻഡ് പർപ്പസ് ഇൻ എവറിഥിങ്. റൈറ്റ്? അപ്പോൾ നമ്മൾ മുൻപോട്ട് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ് മുറികളൊക്കെ മാറാൻ പോവാണ്. തീർച്ചയായിട്ടും കൊറോണ മാറും, സ്കൂള് ഫിസിക്കലി ഓപ്പൺ ചെയ്യും, തിരിച്ച് നിങ്ങൾ ക്ലാസ് റൂമിലോട്ട് തിരിച്ചു വരും. പക്ഷേ യുവർ ക്ലാസ് റൂം വിൽ നോട്ട് റിമെയിൻ ദ സെയിം. അതായത് ക്ലാസ് റൂമിന്റെ പകുതി ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നല്ല സാറ് പറഞ്ഞത്. ക്ലാസ് റൂമിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. ഒരു ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് സക്സീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സ്കിൽ സെറ്റ്സ് മാറും. ഇപ്പൊ നിലവിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ യു ആർ എ സ്റ്റാർ, അറ്റ്ലീസ്റ്റ് ഇൻസൈഡ് എ സ്കൂൾ. പക്ഷേ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി കോളേജ് ലൈഫ് കഴിഞ്ഞ് മാർക്ക് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു വിഷന്റെ ഒക്കെ ഭാഗമായിട്ടാണ് പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. നിങ്ങളെ കുറച്ചുപേര് ഇങ്ങനെ പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ടാവും, പുതിയ വിദ്യാഭ്യാസ നയം വരുന്നു, നമ്മൾ അതിന്റെ NCF വേണ്ടി കാത്തിരിക്കുന്നു, ടെക്സ്റ്റ് ബുക്സിന്റെ രീതികൾ മാറും, ഒരു ക്ലാസ്സിലെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന രീതി വരും, ഒരു കുട്ടികളെ അസസ് ചെയ്യുന്ന രീതി, പ്രോസസ് മാറും. റൈറ്റ്? അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്കിൽസ് ഉണ്ട്, ആ സ്കിൽ സെറ്റും മാറും. റൈറ്റ്? ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു സ്കില്ലുണ്ട്, ഏത് സെഞ്ചുറിയിലാണെങ്കിലും നമ്പർ 1 സ്കിൽ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ തന്നെയായിരിക്കും. രണ്ടാമത്തെ ഏറ്റവും വലിയ സ്കിൽ എന്ന് പറയുന്നത് സെൽഫ് ലേണിംഗ് സ്കില്ലാണ്. പുറമേ നിന്നും ഒരു ടീച്ചറിന്റെയോ പേരന്റിന്റെയോ ഒന്നും സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾ സ്വയമേ ഇനീഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നു. അത് തന്നെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. റൈറ്റ്? നിങ്ങളുടെ ഈ പറയുന്ന ചാറ്റ് ബോക്സിൽ നമ്മൾ കുറച്ചു മുൻപ് നമ്മൾ നടത്തിയ ഡിസ്കഷനിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് മഹാത്മാഗാന്ധി, 2 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണ്ട് ഒരു സ്കൂളിലോട്ട് കയറി ചെന്നിട്ട് അവിടുത്തെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു, വാട്ട് ഈസ് യുവർ പ്രൈമറി ഡ്യൂട്ടി ആസ് എ സ്റ്റുഡന്റ്? ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ കർത്തവ്യം, നിങ്ങളുടെ ഏറ്റവും വലിയ കടമ എന്നാണ് ചോദ്യം. അപ്പൊ ഒരാൾ ഉത്തരം പറഞ്ഞു, ഐ എം വെരി സീരിയസ് അബൌട്ട് മൈ കരിയർ, മൈ പ്രൊഫഷൻ. നല്ലൊരു ജോലി നേടുക എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ലക്ഷ്യം എന്ന് ഒരാൾ പറഞ്ഞു. രണ്ടാമത് അദ്ദേഹത്തിന്റെ ചോദ്യം, വാട്ട് ഈസ് യുവർ സെക്കൻഡ് ഒബ്ജക്റ്റീവ്? രണ്ടാമത് എന്താണ്, വൈ ഡു യു സ്റ്റഡി എന്ന് പറയുന്ന ചോദ്യത്തിന് ഒരാൾ ഉത്തരം പറഞ്ഞു, ഐ വാണ്ട് ടു മേക്ക് ലോട്ട് ഓഫ് മണി, ഐ വാണ്ട് ടു ബിൽഡ് എ ഹൗസ്, ഐ വാണ്ട് ടു ഓൺ എ കാർ. മൂന്നാമത് അതേ ചോദ്യം, വാട്ട് ഈസ് യുവർ തേർഡ് ഒബ്ജക്റ്റീവ് ആസ് എ സ്റ്റുഡന്റ്? മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വന്നു,
എന്താണ് ഐ വാണ്ട് ടു ടേക്ക് കെയർ ഓഫ് മൈ പേരൻസ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു 1, 2, 3 നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യുവർ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ദെൻ യുവർ തേർഡ് ഒബ്ജക്റ്റീവ് ഇൻസൈഡ് എ സ്കൂൾ ഇസ് ആക്ച്വലി ടു സ്റ്റഡി. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് നിങ്ങളുടെ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഒബ്ജക്റ്റീവ്. ഓഫ് കോഴ്സ് ലക്ഷ്യം, അതിന്റെ ബാക്ക് എൻഡ് ആയിട്ട് മോട്ടിവേഷൻ ആയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ലക്ഷ്യങ്ങളൊക്കെ വേണം. പക്ഷേ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് പ്രൈം ഒബ്ജക്റ്റീവ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഇസ് ആക്ച്വലി ടു സ്റ്റഡി. റൈറ്റ്? അപ്പൊ നമുക്ക് വിഷയം ഞാൻ പറഞ്ഞു എത്രത്തോളം രസകരമാണെന്ന് എനിക്കറിയില്ല. കാരണം സാധാരണ എക്സാമിനെ കുറിച്ചും സ്റ്റഡീസിനെ കുറിച്ചൊക്കെ പറയുന്ന ട്രെയിനേഴ്സിനോട് പിള്ളേർക്ക് ഭയങ്കര കലിപ്പാണ്. റൈറ്റ്? എന്നാലും താല്പര്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും, റൈറ്റ്, നമുക്ക് അത്ര എന്റർടൈനിങ് അല്ല, ഇൻട്രസ്റ്റിംഗ് അല്ല, താല്പര്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കേട്ടിരുന്നാൽ എന്താണ് നമുക്ക് ബെനിഫിറ്റ്? യു ഗെറ്റ് തിങ്സ് വിച്ച് യു റിയലി വാണ്ട് ഇൻ ലൈഫ്. ജീവിതത്തിൽ എന്താണ് ശരിക്കും വേണ്ടത് അത് നേടിയെടുക്കാൻ ഇതൊരു പ്രചോദനമാകും എന്നാണ് ഒരു വിശ്വാസം. റൈറ്റ്? അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു സക്സീഡ് ഇൻ ഓൺലൈൻ ക്ലാസ്സസ്. റൈറ്റ്? അപ്പൊ അങ്ങനെ കുറച്ച് സെക്ഷൻസ് ആയിട്ട് ഞാനിത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്? അപ്പൊ എനിക്ക് ഈ ക്ലാസ്സിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ ഞാൻ പറയുന്നു, ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട്, ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് തുടക്കത്തിലെ എല്ലാവരും കൃത്യമായിട്ട് കെണി വെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ക്യാമറ എല്ലാവരുടെ ഓണാണ്. ക്യാമറ ഓൺ ആയിരിക്കുന്ന ഒരു ക്ലാസ്സിൽ സംസാരിക്കാൻ തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വരുന്ന സാറിന് നല്ല പ്രചോദനമാണ്. റൈറ്റ്? അപ്പോൾ എല്ലാ സെറ്റപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് ഇതുവരെ നിങ്ങൾ ഈ ചാറ്റ് ബോക്സിൽ തന്നെ അതേ റെസ്പോൺസ് ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്ന സമയത്ത് നല്ല റെസ്പോൺസ് തരിക എന്നുള്ളത് മാത്രമാണ്. റൈറ്റ്? സോ ദിസ് ഈസ് മൈ ടോപ്പിക് ഫോർ ടുഡേ, ഹൗ ടു സക്സീഡ് ഇൻ യുവർ ഓൺലൈൻ ക്ലാസ്സസ് ആൻഡ് വിൽ ഡിസ്കസ് അബൌട്ട് ഓൾ ഓഫ് ദ തിങ്സ്. റൈറ്റ്? ബാക്കിയുള്ള ജനറൽ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കാം. റൈറ്റ്? ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ സ്കൂൾ തരുന്ന പ്രോഗ്രാം അതിൽ ഒരു ഔട്ട്കം ഉണ്ടാവുക എന്ന് പറയുന്നത് മറ്റ് ജനറൽ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്നൊക്കെ അതിൽ നിന്നൊക്കെ ഉപരി നമ്മുടെ സ്കൂൾ ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാം അതിൽ ഏറ്റവും മാക്സിമം നമുക്ക് കാര്യങ്ങൾ ഇൻവൈവ് ചെയ്തെടുക്കാൻ സാധിക്കണം. മനസ്സിലാക്കിയത് മാത്രമല്ല ഡെയിലി ലൈഫിൽ നമുക്കത് ഇൻകൾക്കേറ്റ് ചെയ്യാനും സാധിക്കണം. റൈറ്റ്? സോ ഹൗ ഡു വി സ്റ്റാർട്ട്? വേർ ഡു വി സ്റ്റാർട്ട്? റൈറ്റ്? വെൻ വി ടോക്ക് അബൌട്ട് യുവർ ഓൺലൈൻ ക്ലാസ്സസ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം, റൈറ്റ്? വെൻ വി ടോക്ക് അബൌട്ട് അവർ ഓൺലൈൻ ക്ലാസ്സസ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം, ഒരു നിലവിലുള്ള ഒരു ഓൺലൈൻ ക്ലാസ് റൂമിന്റെ ഒരു സെറ്റപ്പും 1.5 വർഷം മുൻപ് നമ്മൾ സ്കൂളിലോട്ട് പോയിരുന്ന സമയം, ഒരു 1.5 വർഷം പുറകോട്ടൊന്ന് ചിന്തിക്കുക. ഓഫ്ലൈൻ ക്ലാസ്സസ് നടന്ന സമയത്ത് നമ്മൾ സ്കൂളിലോട്ട് പോയിരുന്ന സമയത്ത് നമുക്ക് വ്യക്തമായ ഒരു റുട്ടീനും ഷെഡ്യൂളും സ്ട്രക്ചറും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ താല്പര്യമില്ലെങ്കിലും കൃത്യസമയത്ത് രാവിലെ നമ്മൾ ഉണരും. റൈറ്റ്? പല്ല് തേക്കും, ആഹാരം കഴിക്കും. അത് വലിയ താല്പര്യമുള്ള പരിപാടിയാണ്, എല്ലാവർക്കും അറിയാം. നന്നായിട്ട് ആഹാരം കഴിക്കും. റൈറ്റ്? കൃത്യസമയത്ത് നമ്മൾ സ്കൂളിൽ ചെല്ലും അല്ലെ? നമ്മുടെ സ്കൂള് ഓരോ ദിവസം ഓരോ സമയത്താണോ? അല്ല, കൃത്യസമയത്ത് നമ്മൾ സ്കൂളിൽ ചെല്ലണം. നടന്നു പോകുന്നവരുണ്ട്, സൈക്കിളിൽ പോകുന്നവരുണ്ട്, റൈറ്റ്? പേരൻസ് കൊണ്ടേയാക്കുന്നവരുണ്ട്, റൈറ്റ്? സ്കൂൾ ബസ്സിന് പോകുന്നവരുണ്ട്, ഓട്ടോയ്ക്ക് പോകുന്നവരുണ്ട്. എങ്ങനെയാണോ നിങ്ങൾ എത്തുന്നത് കൃത്യസമയത്ത് നിങ്ങൾ സ്കൂളിൽ എത്തും. Right? We have a morning bell. We have a prayer probably on certain days. We have we start with a prayer. Right? We started today's session again with a prayer. നല്ലൊരു പ്രാർത്ഥനയോട് കൂടി തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ് തുടങ്ങും. ഒരു ടീച്ചർ ക്ലാസ് എടുത്ത് കഴിയുമ്പോഴേ അടുത്ത ടീച്ചർ കയറി വരും. ഇൻ ബിറ്റ്വീൻ വി ഹാവ് ലോട്ട് ഓഫ് ബ്രേക്സ്. വി ഹാവ് എ ലഞ്ച് ബ്രേക്ക്. ഓട്ടം ചാട്ടം ബഹളം. സ്കൂള് കൃത്യസമയത്ത് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. റൈറ്റ്? അപ്പൊ അവിടെ നമ്മൾ വീട്ടിലോട്ട് പോരും. ഡെഫിനറ്റ്ലി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വരും. പക്ഷേ ആ സ്കൂളിന്റെ ഒരു ഡിസിപ്ലിൻ അറിഞ്ഞോ അറിയാതെ കുറച്ച് പെർസെൻറ്റേജ് ഒരു ഡിസിപ്ലിൻ, സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ, അതും നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരും. അത് കൂടെ വരും. റൈറ്റ്? തീർച്ചയായിട്ടും വീട്ടിൽ ചെന്നിട്ട് ആദ്യമേ പഠിക്കാനിരിക്കോ? ഇല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അല്ലെ? TV കാണാൻ പോവും, കൂട്ടുകാരോടെ കളിക്കാൻ പോവും. റൈറ്റ്? നന്നായിട്ട് അല്ലെ? ഡിന്നറൊക്കെ പിന്നെയാ വരുന്നത്. അതിനു മുമ്പ് സ്നാക്സ് എന്നൊക്കെ പറയുന്നത് വലിയ പരിപാടിയാണ്. റൈറ്റ്? അപ്പൊ നന്നായിട്ട് ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം നമ്മുടേതായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആയിട്ട് സ്പെൻഡ് ചെയ്താലും പതിയെ ഒട്ടും വൈകാതെ തന്നെ നമ്മൾ നമ്മുടെ ആ ഒരു ട്രാക്കിലോട്ട് വീണ്ടും തിരിച്ചു വരും. കാരണം നമുക്കറിയാം നാളെ ഒരുപക്ഷെ ഒരു പരീക്ഷ ഉണ്ടായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ ഒരു അസൈൻമെന്റ് എഴുതി വെക്കണമായിരിക്കും. റൈറ്റ്? അപ്പൊ നമ്മൾ ആ സ്കൂളിന്റെ ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു ട്രാക്കിലോട്ട് വീണ്ടും തിരിച്ചു വന്നു. നമ്മൾ വീണ്ടും ഒരു റുട്ടീനും ടൈം ടേബിളും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇത് 1.5 വർഷം മുൻപുള്ള സമയമാണ്. റൈറ്റ്? കഴിഞ്ഞ 1.5 വർഷം ഒന്ന് എടുത്തു നോക്കിക്കേ. സ്കൂൾ അവിടെ ഉണ്ടോ? ഉണ്ട്. സ്കൂളിന് ടൈം ടേബിൾ റുട്ടീൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഐ എം വെരി കോൺഫിഡന്റ് അബൌട്ട് യുവർ സ്കൂൾ. റൈറ്റ്? എല്ലാ ആംഗിളും നിങ്ങൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, ഈ സാറന്മാരും ടീച്ചർമാരും. റൈറ്റ്? സ്കൂളിന് ടൈം ടേബിൾ ഉണ്ട്. റൈറ്റ്? സ്കൂളിന് ഒരു നല്ല റുട്ടീൻ ഉണ്ട്. കൃത്യസമയത്ത് ക്ലാസ് നടക്കുന്നുണ്ടോ? ഉണ്ട്. റൈറ്റ്? തുടക്കത്തിൽ എല്ലാവരും പതറിപ്പോയി അല്ലേ? ഇപ്പൊ തുടക്കത്തില് ഫസ്റ്റ് പാൻഡമിക്, ഇതിപ്പോ 2ാമത്തെ അധ്യയന വർഷമാണ്. കഴിഞ്ഞ അധ്യയന വർഷത്തിന് തുടക്കത്തിൽ ടീച്ചർമാരൊക്കെ ഒന്ന് പതറിപ്പോയി. എല്ലാവരും പതറിപ്പോയി. കാരണം ഇവർക്ക് ഇതൊന്നും അത്ര പരിചയമുള്ള ഒരു സ്പേസ് ആയിരുന്നില്ല.
പെട്ടെന്നാണ് ഒരു മാറ്റം വന്നത്. അപ്പൊ അതുകൊണ്ട് ടീച്ചേഴ്സ് എല്ലാവരും തീരുമാനിച്ചു നമുക്ക് ലേണിംഗ് ഒരിക്കലും ഡിസ്ട്രപ്റ്റ് ചെയ്യരുത്. അപ്പൊ അങ്ങനെ ഓൺലൈൻ ക്ലാസ്സുമായിട്ട് അവർ മുൻപോട്ട് വന്നു. ആദ്യമേ ഒരുപാട് പാളിച്ചകളൊക്കെ ഉണ്ടായി, റൈറ്റ്? അപ്പൊ അവിടെ നമ്മൾ എല്ലാവർക്കും മാർക്ക് ഇട്ടു അല്ലെ, കുട്ടികളും പേരൻസും റിയാലിറ്റി ഷോയിൽ മാർക്ക് ഇടുന്ന പോലെ നമ്മൾ അവർ ഗ്രേഡ് ചെയ്തു. ആ ടീച്ചറിന്റെ ക്ലാസ് അങ്ങോട്ട് ശരിയായില്ല, ഇതിനാണോ ഞാൻ ഈ സ്കൂളിൽ വിടണേ, റൈറ്റ്? അങ്ങനെയുള്ള കമ്പാരിഷൻസ് ഒക്കെ ജനറലിയാണ് പറയുന്നത്, ഞാൻ ഒരു സ്കൂളിനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നതല്ല, റൈറ്റ്? പക്ഷേ ഈ പുതിയ അധ്യയന വർഷം ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക, അതേ ടീച്ചറിന്റെ ക്ലാസ് 10 മടങ്ങ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അവർ ഓരോ ദിവസം പുതിയ പുതിയ ടെക്നിക്സ് പഠിച്ചെടുത്തിട്ടുണ്ട്, റൈറ്റ്? ഓഫ്ലൈൻ ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കമ്പാരിറ്റീവ്ലി ഞാൻ പറയുന്നത് 5 മണിക്കൂറും 6 മണിക്കൂറും ഒരുപക്ഷെ ഒട്ടുമിക്ക എല്ലാ ക്ലാസ് റൂമിലും കയറി 5 മണിക്കൂറും 6 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്തിട്ട് മടുപ്പ് എന്താണെന്ന് അറിയാതെ ഇറങ്ങി വരുന്ന ടീച്ചേഴ്സിന്, സന്തോഷത്തോടു കൂടി ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് വരുന്ന ടീച്ചേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഇവരുടെ മോട്ടിവേഷൻ ഒരിക്കലും സാലറി ഒന്നുമല്ല, റൈറ്റ്? ദേ ആർ സർവീസ് മൈൻഡഡ് പീപ്പിൾ. Their purpose is very, very different, right? And that is why even today in today's meeting we can see an army of teachers, right? പക്ഷേ ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ വരുന്ന ടീച്ചറിന് വേണ്ട പ്രിപ്പറേഷൻ അത്രത്തോളം വലുതാണ്. 1 മണിക്കൂർ ക്ലാസ് എടുക്കുന്ന ടീച്ചർ 2 മണിക്കൂറോ 3 മണിക്കൂറോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, റൈറ്റ്? അപ്പോൾ സ്കൂളിന്റെ ഭാഗത്ത് നിന്നും ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഒരുപാട് എഫേർട്ട് വരുന്നുണ്ട്. ടീച്ചർ 100% ആണോ? അല്ല, 150% ആ ടീച്ചർ ഡെലിവർ ചെയ്യുന്നുണ്ട്. ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്നും കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കൂട്ടാനുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ നിലവിലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ബോറടിക്കുന്ന കാറ്റഗറി കുട്ടികളാണെന്നാണ് പറയുന്നത്. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ബോറടിക്കുന്ന കാറ്റഗറി എന്ന് പറയപ്പെടുന്നു, റൈറ്റ്? അപ്പോൾ what can we do from our end to support our school? What can we do from our end to make sure that our learning becomes a bit more fun, interactive? അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്, റൈറ്റ്? I hope you are with me. I hope you are able to follow me, റൈറ്റ്? അപ്പോൾ ആദ്യമേ എവിടെ നിന്നാണ് ഈ പറയുന്ന തുടക്കം വരുന്നത്, റൈറ്റ്? എവിടെ നിന്ന് നമ്മൾ തുടങ്ങും? Where do we start when we talk about studying? Studying starts at home എന്നാണല്ലോ at this point of time, especially when we are listening to a teacher online. സ്കൂൾ ആ സ്ഥലത്തുണ്ട്, നമ്മുടെ ടീച്ചറെ ക്ലാസ് എടുക്കാൻ നമ്മുടെ മുറിയിൽ വന്നിരിക്കുന്നു, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് ഇരിക്കുന്ന മുറി, ഇഫ് ദാറ്റ് റൂം ഇസ് നോട്ട് വെരി പ്രൊഡക്റ്റീവ് ടു ലേണിംഗ്, യു ആർ നോട്ട് ഗോയിങ് ടു ലേൺ എനിത്തിങ്. ഇപ്പൊ തന്നെയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു മുറിയിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഇപ്പം പേരൻസ് ഒക്കെ അടുത്തിരിക്കുന്നുണ്ട്, ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ലിവിംഗ് റൂമിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, പക്ഷെ നിങ്ങളുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കുന്ന ആ മുറിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. അവിടെ ആണെന്നുണ്ടെങ്കിൽ ഇടത്തും വലത്തും ഫ്രണ്ടിലോട്ടും പുറകോട്ടൊക്കെ നോക്കുക, എന്ത് ശോചനീയമായ അവസ്ഥയാണ് അല്ലെ, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു, റൈറ്റ്? ഒരുപക്ഷെ ക്യാമറ ഇരിക്കുന്ന ബാക്കിന്റെ സ്ഥലം ഒരുപക്ഷെ അത്രയും ഭാഗം നല്ല ഭംഗിക്ക് വെച്ചിട്ടുണ്ടാവും, പക്ഷേ is it well organized? There's a big question mark, right? കണ്ണെത്തും ദൂരത്ത്, കൈയെത്തും ദൂരത്ത് പുസ്തകങ്ങൾ നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടോ, റൈറ്റ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ സ്പേസ് എത്രത്തോളം ഓർഗനൈസ്ഡ് ആണ്, നിങ്ങൾ ഇരിക്കുന്ന കസേര, ആ കസേരയുടെ പോസ്റ്റർ ഉൾപ്പെടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, പ്രൊഡക്റ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് ഇസ് എ പ്രീ റിക്വസിറ്റ് ടു ലേണിംഗ്, റൈറ്റ്? ആ പോസ്റ്റർ വരെ ഇമ്പോർട്ടന്റ് ആണ്, right? When you do an activity at the same place at the same time continuously for 21 days, that activity becomes your habit. നിങ്ങൾ അറിയാതെ നിങ്ങൾ ആ ചെയ്യുന്ന ആക്ടിവിറ്റി നിങ്ങളുടെ ഹാബിറ്റിന്റെ ഭാഗമായി മാറുന്നു. ഹോബി അല്ല, ഹാബിറ്റ്. ഹോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം കളയാൻ വേണ്ടി ചെയ്യുന്നതും, ഹാബിറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഡിറ്റർമിനേഷനോട് കൂടി, കുറച്ചുകൂടി ഒരു കമ്മിറ്റ്മെന്റോട് കൂടി നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. സ്റ്റഡിങ് ഒക്കെ ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ, പിന്നെ വേറെ എന്തെങ്കിലും വേണം, റൈറ്റ്? അപ്പൊ ഇവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്, right? Start from the room. How organized you are when it comes to listening to a teacher matters a lot. കാരണം ക്ലാസ് ഓഫ്ലൈൻ ആയിരുന്ന സമയത്ത് പകുതിയായിരുന്നു, പകുതി ടീച്ചറുടെ കയ്യിലും പകുതി നിങ്ങളുടെ കയ്യിലും. ആ ദൈവത്തിന്റെ സ്ഥാനത്ത് നമ്മൾ ടീച്ചറെ കൊണ്ടു വെച്ചു. ദൈവം ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. ഓൺലൈൻ ക്ലാസ് കേൾക്കുന്ന സമയത്ത് 70% റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ കയ്യിലാണ്, ബാക്കി 30% ടീച്ചർ ഉള്ളൂ, റൈറ്റ്? അതുകൊണ്ട് മനസ്സിലാക്കണം, a productive learning space is a prerequisite to learning. So after today's session, ഇന്നിപ്പോ ക്ലാസ് കഴിയുമ്പോൾ സമയമാവും, റൈറ്റ്? പിന്നെ അടുത്ത പരിപാടി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇടയ്ക്കൊക്കെ ആൾക്കാർ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ പോകും, എന്നാലും റൈറ്റ്? ഇന്നത്തെ കാര്യം പോട്ടെ, റൈറ്റ്? നാളെയെങ്കിലും കുറച്ച് സമയം എടുത്ത്, ഇനി എന്നാണോ നിങ്ങൾക്ക് ക്ലാസ് ഉള്ളത്, ഡെഫിനറ്റ്ലി നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവാം. ഐ ഡോണ്ട് നോ അബൌട്ട് ദ ഷെഡ്യൂൾ. അപ്പൊ അടുത്ത ക്ലാസ്സിന് മുൻപ് നിങ്ങളുടെ റൂം ഒന്ന് ഓർഗനൈസ് ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ തുടക്കം, റൈറ്റ്? കാരണം ഇതില്ലാതെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ ക്ലാസ് കേൾക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, റൈറ്റ്? ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ഷൻ വരുന്നത്, നോയിസ് വരുന്നത് എവിടെ നിന്നാണ്? നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ നിന്ന് തന്നെയാണ്.
റൈറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഡെഫിനറ്റ്ലി ഒരു ലാപ്ടോപ്പ് സിസ്റ്റം ഇതൊക്കെയാണ്, വലിയ സ്ക്രീനാണ്, നമുക്ക് തീർച്ചയായിട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സമയത്ത് കുറച്ചും കൂടി ഫേവറബിൾ. എല്ലാ പേരൻസിനും ഒരു ലാപ്ടോപ്പും സിസ്റ്റവും മേടിച്ചു തരാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ വലിയ സ്ക്രീൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ LED TV 50 ഇഞ്ചിന്റെ TV മേടിച്ച് വീട്ടിൽ വെക്കരുത്. റൈറ്റ്. അപ്പോൾ ഫോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ ആണ്. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് 85% കുട്ടികളും ക്ലാസ് കേൾക്കുന്ന ഫോണിലൂടെ തന്നെയാണ്. ക്ലാസ് കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഫോൺ വേണം. ക്ലാസിന്റെ ആ ഒരു പർപ്പസ് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ കയ്യിൽ ഫോൺ ഇരിക്കുന്നുണ്ടെങ്കിൽ ബോംബെടുത്ത് കൈ പിടിച്ചിട്ട് പൊട്ടാതെ നോക്കേണ്ട അവസ്ഥയാണ്. നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഒരു ദിവസം ഇന്റർനാഷണൽ സൈക്കാട്രിക് അസോസിയേഷൻ പറയുന്ന 1.5 മണിക്കൂറിൽ കൂടുതൽ സമയം നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാവരുതെന്നാണ് പറയുന്നത്. ഫോൺ നമ്മൾ ആക്സസ് ചെയ്യരുത്. അപ്പൊ ചിലർ വിചാരിക്കും, സാർ ഇത് ഈ ടീച്ചർമാരോട് പറ. ഞങ്ങളും അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങളുടെ ആഗ്രഹവും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു ടീച്ചറിന്റെ ക്ലാസ് തന്നെ 45 മിനിറ്റ് 1 മണിക്കൂർ ക്ലാസ് എടുക്കുന്നത് മൊബൈൽ ഫോൺ വഴിയാണ് ഞങ്ങൾ ആക്സസ് ചെയ്യുന്നത്. ഒരു ദിവസം 4 or 5 ക്ലാസ്സുകൾ നമുക്ക് ഉണ്ടാവാം. സീനിയർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓഫ് മോർ നമ്പർ ഓഫ് ക്ലാസ്സസ്. റൈറ്റ്. അപ്പോ പിന്നെ എന്തിനാണ് ഈ ടീച്ചർമാർ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്? റൈറ്റ്. 1.5 മണിക്കൂറിൽ കൂടുതൽ സമയം ഒരു ഫോൺ നോക്കിയിരുന്നാൽ പ്രശ്നമാകും എന്ന് ടീച്ചേഴ്സിന് അറിഞ്ഞൂടെ എന്നാണ് കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് ചാറ്റിലൂടെ എനിക്ക് ചോദിച്ചത്. തീർച്ചയായിട്ടും അവർക്കറിയാം. പക്ഷേ വേറെ എന്തോ ഓപ്ഷൻ നമ്മുടെ കയ്യിലുള്ളത്? റൈറ്റ്. ഓൺലൈൻ ക്ലാസ് കൂടി ഇല്ല എന്ന് വിചാരിക്കുക. എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ? ഞാനിപ്പോ പറഞ്ഞ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ലഡു പൊട്ടി അല്ലെ? ഓൺലൈൻ ക്ലാസ് ഇല്ലായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. റൈറ്റ്. മനസ്സിലാക്കണം, ഓൺലൈൻ ക്ലാസ് കൂടി ഇല്ലായിരുന്നെങ്കിൽ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെ നമ്മൾ പോകുമായിരുന്നു. കാരണം എന്താണ്? പടിപടിയായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് അല്ലെ? 9ാം ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ 10ാം ക്ലാസ്, 11ന്റെ കണ്ടിന്യൂവേഷൻ 12ാം ക്ലാസ്, 11ാം ക്ലാസ്സിൽ ഉഴപ്പിക്കഴിഞ്ഞാൽ 12ാം ക്ലാസ് വരുമ്പോഴത്തേക്കും പാലും വെള്ളത്തിൽ പണി കിട്ടും. റൈറ്റ് അല്ലെ? പടിപടിയായിട്ടാണ് നമ്മളെല്ലാം പഠിച്ചു. അപ്പോ എവറി സ്റ്റെപ്പ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്. അപ്പോൾ ഈ ടീച്ചറിന്റെ ക്ലാസ് ഒരിക്കലും നമുക്കൊരു ഓൺലൈൻ ക്ലാസ്സിനെ ഓഫ്ലൈൻ ക്ലാസ് വെച്ച് കമ്പയർ ചെയ്യണ്ട. കാരണം ഒരു ടീച്ചറിൽ നിന്ന് മാത്രം, ഒരു ക്ലാസ് റൂമിൽ നിന്ന്, ഒരു ഓഫ്ലൈൻ ക്ലാസ് റൂമിൽ നിന്ന് മാത്രം കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. റൈറ്റ്. കാരണം ലേണിംഗ് ഇസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ് എന്നാണ്. റൈറ്റ്. അപ്പോൾ കമ്പയർ ചെയ്യണ്ട. റൈറ്റ്. ബട്ട് വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് വെരി വെരി സിമ്പിൾ. ലേണിംഗ് ഗ്യാപ്സ് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന ലേണിംഗ് ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കാനാണ് ടീച്ചർമാർ ഒരുപാട് എഫേർട്ട് എടുത്ത്, അവർക്ക് 10 times more എഫേർട്ട് എടുക്കേണ്ടി വരും ക്ലാസ് എടുക്കുന്ന സമയത്ത്. ദാറ്റ് ഈസ് വൈ ദേ കീപ് ഓൺ ഡൂയിങ് ദിസ് എവറി സിംഗിൾ ഡേ. റൈറ്റ്. അപ്പോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മുടെ കയ്യിൽ ഫോൺ വേണം. അത് കഴിഞ്ഞും ഫോൺ നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. റൈറ്റ്. ഇത് നോട്ടിംഗ്ഹാം ട്രെൻഡ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നോട്ടിംഗ്ഹാം ട്രെൻഡ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയാണ്. അവര് കഴിഞ്ഞ ഒരു 2-3 മാസം മുൻപ് അവര് കുട്ടികളിൽ നടത്തിയ ഒരു സർവേയുടെ ഫൈൻഡിങ്സ് ആണ് വലത് ഭാഗത്ത് 37% എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നത്. അപ്പൊ അവരുടെ കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളോട് അവർ ചോദിച്ചു, ടു വാട്ട് എക്സ്റ്റെന്റ് ഡു യു ലവ് എ മൊബൈൽ ഫോൺ? ഒരു മൊബൈൽ ഫോണിനോട് നിങ്ങൾക്ക് എത്രത്തോളം താല്പര്യമുണ്ട് എന്നാണ് ചോദ്യം. കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തു. അപ്പൊ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 37% കുട്ടികളും പറഞ്ഞു സ്വന്തം അച്ഛനമ്മമാരെക്കാളും കൂട്ടുകാരെക്കാളും എനിക്ക് ഏറ്റവും താല്പര്യം ഫോണിനോടാണെന്ന് പറഞ്ഞു. ഐ ലവ് എ മൊബൈൽ ഫോൺ മോർ ദാൻ മൈ പേരൻസ് ആൻഡ് മൈ ഫ്രണ്ട്സ്. അപ്പൊ ഇത് ഞാൻ ആദ്യം വായിച്ചു കഴിഞ്ഞപ്പം ഇത് ശരിയല്ല, ഇതിലെന്തോ പ്രശ്നമുണ്ട്. റൈറ്റ്. ഈ സർവേ അത്ര കറക്റ്റ് അല്ല എന്നൊക്കെ എന്റെ മനസ്സിലേക്ക് വന്നെങ്കിലും നമ്മളൊന്ന് ഇരുന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ കറക്റ്റാ. അറ്റ്ലീസ്റ്റ് ഈ പെർസെന്റേജ് കറക്റ്റ് ആയില്ലെങ്കിലും ഈ ഡയറക്ഷനിലേക്കാണ് കേരളത്തിലുള്ള കുട്ടികൾ മൂവ് ചെയ്യുന്നത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഞാൻ വഴിയെ പറയാം. അതുകൊണ്ട് ഫോണിന്റെ നല്ല വശങ്ങളെ കുറിച്ച് ഇന്ന് സംസാരിക്കുന്നില്ല. ഫോൺ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉപദ്രവം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റൈറ്റ്. ദർ ഇസ് എ കോസ്റ്റ് ഓഫ് യൂസിങ് എ മൊബൈൽ ഫോൺ. ഫോൺ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. റൈറ്റ്. അതിന്റെ മറുവശത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. റൈറ്റ്. ഫസ്റ്റ് പോയിന്റ് ഇസ് വി ആർ ഓൾ അഡിക്റ്റഡ് ടു ഡിസ്ട്രാക്ഷൻ. 81,700 തവണ വർഷത്തിൽ 81,700 തവണ ഒരു വർഷം a human being on this planet earth checks his mobile phone. ഇന്ത്യൻ സ്റ്റഡി പറയുന്നു ഓരോ 4.5 മിനിറ്റ് സമയം ഫോൺ ചെക്ക് ചെയ്യാനുള്ള പ്രവണത നമുക്കുണ്ടെന്നാ പറയണേ. വി ആർ ഓൾ അഡിക്റ്റഡ് ടു ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്ന് എന്താ അവസ്ഥ? ഫോണിൽ ഒരു മെസ്സേജോ ഒരു വീഡിയോയോ നോട്ടിഫിക്കേഷനോ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുള്ള പോലെയാണ്. ഇതെന്താ എന്റെ ഫോണിന് എന്ത് പറ്റി? നമുക്ക് ആരും മെസ്സേജ് ഒന്നും അയക്കുന്നില്ല, നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ലോ, ആ ഒരു സീലോട്ട് എത്തിയിട്ടുണ്ട്. വി ആർ ഓൾ അഡിക്റ്റഡ് ടു ഡിസ്ട്രാക്ഷൻ. വി ആർ ഓൾ അഡിക്റ്റഡ് ടു ഡിസ്ട്രാക്ഷൻ. വി ക്രേവ് ഇമ്മീഡിയറ്റ് അപ്രൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോ ഷെയർ ചെയ്ത് അപ്ലോഡ് ചെയ്തു, ഒരു റീൽ ഇട്ടു, നിങ്ങൾ അത് ഷെയർ ചെയ്തു, അത് കഴിഞ്ഞുള്ള 2-3 മണിക്കൂർ സമയം
നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അറിയാലോ അല്ലേ? റൈറ്റ്? എത്ര പേര് ലൈക്ക് ചെയ്തു, എത്ര പേര് കമന്റ് ചെയ്തു, എത്ര പേര് ഷെയർ ചെയ്തു അറിയാനുള്ള നമ്മുടെ ജിജ്ഞാസ കൂടി കൂടി വരുവാണ്. റൈറ്റ്? വി ആർ ആക്ച്വലി ക്രേവിംഗ് ഫോർ അപ്രൂവൽ ഫ്രം ഫേക്ക് ഫ്രണ്ട്സ്. വി ലോസ്റ്റ് അവർ ലിറ്ററസി സ്കിൽസ്. ഇപ്പൊ മലയാളം HOD നമ്മുടെ മിസ്സിനോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞുതരും, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ എന്ന് പറയുന്ന വിലാസിനിയുടെ നോവലാണെന്ന് എന്റെ വിശ്വാസം. അതൊക്കെ ഒറ്റ ഇരിപ്പിലിരുന്ന് വായിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അങ്ങനെയൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം. ഇപ്പൊ നമ്മുടെ വായനാശീലം എങ്ങനെയാ? നമ്മൾ മൊബൈൽ ഫോണിലൂടെയാണ് കൂടുതൽ ന്യൂസ് പോലും നമ്മൾ വായിക്കുന്ന മൊബൈൽ ഫോണിലൂടെയാണ്. റൈറ്റ്? അപ്പോ ഫോണിലൂടെ വായിക്കുന്ന ക്വിക്ക് റീഡിംഗ് ആ. മനോരമയും മാതൃഭൂമിയും ഒക്കെ വരുന്നുണ്ട്, പക്ഷെ എത്ര പേര് വായിക്കുന്നുണ്ടെന്നുള്ളത് ഐ ഡോണ്ട് നോ. റൈറ്റ്? അപ്പോൾ എഴുതാനും വായിക്കാനൊക്കെ നമ്മൾ മറന്നുപോയി എന്നല്ല പറയുന്നത്, എഴുതേണ്ട പോലെ എഴുതാനും വായിക്കേണ്ട പോലെ വായിക്കാനും ഒക്കെ നമ്മൾ മറന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. വി ബിക്കം വാട്ട് വി ലൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ലൈക്ക് ചെയ്യുന്നു, എന്ത് കമന്റ് ചെയ്യുന്നു, നിങ്ങൾ എന്ത് ഷെയർ ചെയ്യുന്നു, അത് തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ അൽഗോരിതം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കും. റൈറ്റ്? നിങ്ങൾ എന്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നു അത് റിലേറ്റഡ് ഉള്ള വീഡിയോസ് വരും. റൈറ്റ്? നിങ്ങൾ എന്ത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾ എന്ത് ലൈക്ക് ചെയ്യുന്നു, എന്ത് കമന്റ് ചെയ്യുന്നു, എന്ത് ഷെയർ ചെയ്യുന്നു, അൽഗോരിതം നിങ്ങൾക്ക് അത് തന്നെ തന്നുകൊണ്ടിരിക്കും. സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ് തരും, ന്യൂസ് ആണെങ്കിൽ ന്യൂസ് തരും, പോൺ ആണെന്നുണ്ടെങ്കിൽ പോൺ തരും. വലിയ കുട്ടികളാണ്, അതുകൊണ്ട് ഉള്ള കാര്യം ഉള്ള പോലെ പറയും. റൈറ്റ്? ഈ പ്രായത്തില് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ടു വാട്ട് എക്സ്റ്റെന്റ് വി ഡു സെർച്ച് സംതിങ്. റൈറ്റ്? അപ്പോ നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നു, നമ്മൾ എന്ത് കാണുന്നു, നമ്മൾ എന്ത് ലൈക്ക് ചെയ്യുന്നു, എന്ത് ഷെയർ ചെയ്യുന്നു, അത് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. ആൻഡ് slowly we become what we like. Right? What you think you become now. Right? What you think you become. So imagine what will happen to all those areas where you see something every day. So it's very dangerous. We decide to be alone in public. അത് elaborate ചെയ്യുന്നില്ല. We fear missing out. ഇത് പുതിയൊരു പേടിയാണ്, FOMO എന്ന് പറയും. Fear of missing out. റൈറ്റ്? 24 മണിക്കൂർ സമയമാണ് എൻ്റെ കൂട്ടുകാരന്റെ വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് എനിക്ക് കാണാൻ പറ്റും. ആ 24 മണിക്കൂറിനുള്ളിൽ അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ there is something very dangerous which will happen to me. അതൊരു പേടിയാണ്, FOMO എന്ന് പറയും. എനിക്കത് കാണാനുള്ള അവസരം പിന്നെ ഇല്ല. വി ബിക്കം ഹാഷ് ടു ഈച്ച് അതർ. അത് നമുക്കറിയാം. പലപ്പോഴും ഈ പറയുന്ന ന്യൂസിന്റെ ഒക്കെ റിയാലിറ്റി എന്താണെന്ന് നമുക്കറിയില്ല, ബട്ട് വി കീപ് ഓൺ ഷെയറിംഗ് ദിസ് വിത്ത് അവർ ഫ്രണ്ട്സ്. റൈറ്റ്? ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റൈറ്റ്? അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫോൺ വേണം, അതില്ലാതെ നമുക്ക് പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഫോൺ ഇരിക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഫോണിന്റെ യൂസേജ് ലിമിറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. റൈറ്റ്? ഇത് ലിമിറ്റ് ചെയ്തേ പറ്റൂ. റൈറ്റ്? ഒന്ന്, ഇൻക്രീസ് ദ നമ്പർ ഓഫ് ലെയേഴ്സ് ബിറ്റ്വീൻ യുവർ സെൽഫ് ആൻഡ് ദ മൊബൈൽ. ഇതേ യൂണിവേഴ്സിറ്റി നടത്തിയ വേറൊരു സർവേ ആണ്. അവരൊരു കോൺസെൻട്രേഷൻ ടെസ്റ്റ് നടത്തി. അതായത് ഫോൺ എവിടെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും നല്ല ശ്രദ്ധയോടുകൂടി പഠിക്കാൻ സാധിക്കുക എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവരൊരു സർവേ നടത്തി. റൈറ്റ്? സർവേ അല്ല, ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. ആ എക്സ്പെരിമെന്റിൽ ആദ്യമേ ഫോൺ കണ്ണെത്തും ദൂരത്ത്, കൈയെത്തും ദൂരത്ത് ഇരിക്കുന്ന ടേബിളിൽ തന്നെ ഫോൺ വെച്ചു. 1. 2, ഇതേ ഫോൺ എടുത്ത് കുട്ടിയുടെ പോക്കറ്റിൽ വെച്ചു. 3, ഫോൺ എടുത്ത് ടേബിളിന്റെ ഡ്രോയുടെ അകത്ത് വെച്ചു. 4, ദൂരെ ഒരു മുറിയിൽ കൊണ്ടുപോയി വെച്ചു. ഒന്നുകൂടി പറയാം. 1, കണ്ണെത്തും ദൂരത്ത്, കൈയെത്തും ദൂരത്ത് ടേബിളിൽ വെച്ചു. പഠിക്കാനിരിക്കുന്ന ടേബിളിൽ തന്നെ ഫോൺ ഇരിക്കും. 2, പോക്കറ്റിൽ വെച്ചിരിക്കുന്നു. 3, ഡ്രോയുടെ അകത്ത് വെച്ചിരിക്കുന്നു. 4, ദൂരെ ഒരു മുറിയിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. റൈറ്റ്? നിങ്ങളൊന്ന് പറഞ്ഞേ, is it 1, 2 or 3 or 4? Right? Tell me when would have been the child more comfortable to study? ഏറ്റവും നല്ല കോൺസെൻട്രേഷനോട് കൂടി ആ കുട്ടിക്ക് പഠിക്കാൻ സാധിച്ചത് ഫോൺ എവിടെ ഇരുന്നപ്പോഴാ? 1, 2, 3, 4. You have 4 options. Right? Let me see how many of you are commenting. കമന്റിന്റെ എണ്ണം ഞങ്ങൾ എണ്ണി നോക്കാൻ പോയി. എത്ര പേര് റെസ്പോണ്ട് ചെയ്യണമെന്ന് അറിയണല്ലോ അല്ലെ? 100 എണ്ണം വരുന്നുണ്ടെങ്കിൽ 100 പേര് ശ്രദ്ധിച്ചിരിപ്പണ്ടേ? റൈറ്റ്? 4, 1. ഇതെന്താ 2 എക്സ്ട്രീം ആണല്ലോ. റൈറ്റ്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വണ്ടർഫുൾ, വണ്ടർഫുൾ. ചിലരൊക്കെ അവരുടെ പേരിന്റെ കൂടെ ആ സെക്ഷൻ കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ക്ലാസ്സും അതുപോലെ സെക്ഷൻ. നല്ലൊരു ഐഡിയ ആണല്ലോ. ഇപ്പൊ എനിക്ക് കുറെ ഐഡിയാസ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വരും. ഇതൊക്കെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് വേറെ സ്കൂളിലൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാം. റൈറ്റ്? Right. Okay. So that they'll come to know from which class you are. How clever. Yes. അപ്പൊ റെസ്പോൺസ് വരുന്നുണ്ട്. വണ്ടർഫുൾ. വിച്ച് മീൻസ് യു ആർ ലിസണിങ് ടു മീ. വണ്ടർഫുൾ. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞ ആൻസർ തന്നെയാണ്. റൈറ്റ്? 4ാമത്, അതായത് എത്രത്തോളം ദൂരെ ഇത് മാറ്റി വെക്കാൻ സാധിക്കുന്നു അത്രത്തോളം നല്ലതാണ്. റൈറ്റ്? ലിമിറ്റ് ദി യൂസ് ഓഫ് ഫോൺ ടു സ്പെസിഫിക് ടൈമിങ്സ്. അത് നമുക്ക് തീരുമാനിക്കാം. ഒരു ദിവസം മോർണിംഗ്, നൂൺ,
ഈവനിങ്, നൈറ്റ്, അല്ലെ 4 സമയത്ത് ഇത്ര മിനിറ്റ് സമയം നമുക്ക് തീരുമാനിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പ്രായത്തിൽ വേറെ ആര് നമുക്ക് മെസ്സേജ് അയക്കാനാ, ആര് നമ്മളെ വിളിക്കാനാ? റൈറ്റ്, ഇഫ് സംതിങ് ഇസ് ഇമ്പോർട്ടന്റ് യു വിൽ കം ടു നോ എന്നാണല്ലോ. റൈറ്റ്, പിന്നെ സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ, അത് നമ്മൾ ഒരു ദിവസം 4 തവണ നോക്കിയാൽ മതി. റൈറ്റ്, അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിലുള്ള ശ്രദ്ധ വരുന്നത് നല്ലതാണ്. എക്സിറ്റ് ഫ്രം ഓൾ അൺനെസസറി സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സ്. ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും നമ്മൾ വെറുതെ മെമ്പേഴ്സ് ആണ്, അല്ലെ? പലരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വേറൊരാളെ ഫോളോ ചെയ്യുന്നത് അയാളെ തിരിച്ചു ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്, സോ wherever you are a part of when it comes to all these social media groups and all, അതിൽ നിന്നൊക്കെ പതിയെ ഒന്ന് പിൻവാങ്ങണം. കാരണം നിങ്ങളുടെ സമയം അതിലൊക്കെ നഷ്ടപ്പെടുന്നു. ഗോൾഡ് ഫിഷ് സിൻഡ്രോം എന്ന് പറയും. ഗോൾഡ് ഫിഷിനെ ശ്രദ്ധിച്ചാൽ അറിയാം. റൈറ്റ്, ഇറ്റ് നെവർ സ്റ്റോപ്സ് അറ്റ് 1 point. അത് എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങും, അല്ലെ 5 മിനിറ്റ് സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാമെന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് 15 മിനിറ്റും 1 മണിക്കൂറൊക്കെ ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. സ്വിച്ച് ഓഫ് ദ നോട്ടിഫിക്കേഷൻസ് അതർ ദാൻ കോൾസ് ആൻഡ് മെസ്സേജസ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നോയിസ് വീട്ടിൽ നിന്നല്ല വരുന്നത്, പുറമേ നിന്നുള്ള നോയിസ് അല്ല നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, നമ്മൾ മാനേജ് ചെയ്യാൻ പഠിച്ചു. ഇപ്പൊ ക്ലാസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. ഇത് എന്ത് ഓൺലൈൻ ക്ലാസ്, ഞങ്ങളൊന്ന് ഇതിലൂടെ പോയാൽ എന്താ കുഴപ്പം, അല്ലെ? അച്ഛനും അമ്മയും സിബ്ലിങ്സ് ഒക്കെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തു. അപ്പൊ അങ്ങനെ വീടിന് ഉള്ളിലുള്ള നോയിസ് ആയിരുന്നു പ്രശ്നം, അല്ലെങ്കിൽ പുറമേ നിന്നുള്ള നോയിസ് ആയിരുന്നു പ്രശ്നം. ഇപ്പോഴോ അതൊക്കെ മാനേജ് ചെയ്യാൻ നമുക്കറിയാം. ഇപ്പൊ പ്രശ്നം സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നുള്ള നോയിസ് ആണ്. റൈറ്റ്, ദർ ഇസ് സംതിങ് കോൾഡ് ഫ്ലോ തിയറി ഇൻ സൈക്കോളജി. അതിൽ പറയുന്നു, ഒരാള് കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേഷനോട് കൂടി അയാളുടെ ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്ത് അയാളുടെ പ്രൊഡക്റ്റീവ് ടൈം എന്ന് പറയുന്നത് സ്റ്റാർട്ട്. ഇപ്പൊ നമ്മളൊരു ക്ലാസ് കേൾക്കുന്നു, ഫിനീഷിൽ ഇപ്പൊ നോക്കിക്കേ 7 മണിക്കാണ് ക്ലാസ് തുടങ്ങിയത്. അപ്പൊ എന്റെ ക്ലാസ് കേട്ട് തുടങ്ങി നിങ്ങൾ ഒരു 15 മിനിറ്റ് സമയം എടുത്തു ട്രാക്കിലേക്കായി വരാൻ. അപ്പൊ ആ 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്, നിങ്ങൾ യു ആർ വിത്ത് മീ. ദാറ്റ് ഈസ് വൈ ഐ ആം ഗെറ്റിംഗ് മോർ ആൻഡ് മോർ റെസ്പോൺസസ്. റൈറ്റ്, ഇൻ ബിറ്റ്വീൻ ഇഫ് സം കൈൻഡ് ഓഫ് ഡിസ്റ്റർബൻസ് ഹാപ്പൻസ്. ഡിസ്റ്റർബൻസ് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നിങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ല. എന്തൊക്കെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് വെച്ചിരിക്കുക, എന്തെങ്കിലും ചിന്തയുണ്ടോ? സെൽഫി അഡിക്ട്സ് ഒരുപാടുണ്ട് ഇപ്പോഴും. കമ്പാരിറ്റീവ്ലി എണ്ണം കുറഞ്ഞു. റൈറ്റ്, സെൽഫി എടുക്കാനൊരു ആപ്പ്, അതിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേറൊരു ആപ്ലിക്കേഷൻ, പുണ്യാളന്റെ പോലെ പുറകിൽ നിന്നും പ്രകാശം വരുത്താൻ വേണ്ടി വേറെ ഒരു ആപ്ലിക്കേഷൻ, റൈറ്റ്, എടുക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേറൊരു ആപ്ലിക്കേഷൻ. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈറ്റ്, ഓൺ ആൻ ആവറേജ് എവറി 10-15 മിനിറ്റ്സ് അവിടെ നിന്നും മെസ്സേജസ് വരും, പോപ്പപ്സ് വരും. റൈറ്റ്, അപ്പൊ ഒരു വിധത്തിലായിരിക്കും ടീച്ചർ പറയും നമ്മൾ ഫോളോ ചെയ്ത് ഒന്ന് എഴുതി വരുമ്പോഴത്തേക്കും യു ഗെറ്റ് എ മെസ്സേജ് ഓൺ ദ സ്ക്രീൻ. ഫോണിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് അതർ കോൾസ് ആൻഡ് മെസ്സേജസ് അതൊക്കെ നിങ്ങൾക്കറിയാം. റൈറ്റ്, നിങ്ങളെ ആരും പഠിപ്പിക്കണ്ട. ഞങ്ങളെ ടീച്ചർമാരെ എല്ലാ പ്ലാറ്റ്ഫോമിന്റെയും ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഇതിനകത്ത് ഉണ്ട് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് നിങ്ങളാണ്, അല്ലെ? നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളല്ലേ? അപ്പൊ ഈ ബുദ്ധിയൊക്കെ നിങ്ങൾ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രമിക്കണം. അൺഇൻസ്റ്റാൾ ഓൾ അൺവാണ്ടഡ് ആപ്ലിക്കേഷൻസ് ഫ്രം യുവർ മൊബൈൽ ഫോൺ. ആവശ്യമില്ലാതെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം. റൈറ്റ്, ഇപ്പൊ നമ്മളിപ്പം ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രൂ കോളർ, അല്ലെ? ആര് വിളിക്കുന്നു, എന്നെ ആര് വിളിക്കുന്നു, നേരത്തെ എനിക്ക് പേരൊക്കെ എല്ലാം വിവരം കിട്ടാൻ വേണ്ടി ട്രൂ കോളർ. റൈറ്റ്, നമ്പർ 1 ചാരനാണ്, കംപ്ലീറ്റ് സാധനം അടിച്ചോണ്ട് പോകും. റൈറ്റ്, ഫേസ് ആപ്പ് അനദർ എക്സാമ്പിൾ. കഴിഞ്ഞ വർഷം ഒരുപാട് ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തു. റഷ്യൻ കമ്പനിയാണ് ഡിസൈൻ ചെയ്ത് വിട്ടത്. ഫേസ് ആപ്പ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോസ് എല്ലാം ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുവാൻ. റൈറ്റ്, അതൊരു സോഫ്റ്റ്വെയറിനും പറയാൻ പറ്റില്ല. അതിന്റെ പർപ്പസ് എന്താണ്? 20 വർഷം കഴിയുമ്പോൾ 30 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇനി ഇരിക്കും, നിങ്ങളുടെ ഒരു പിക്ചർ എടുക്കും, എന്നിട്ട് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്യും. നിങ്ങൾക്ക് താടി മീശയൊക്കെ വെച്ച് വരും. റൈറ്റ്, നിങ്ങൾ 20 വർഷം 30 വർഷം കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കുന്നത് കാണിക്കും. ഇത് മനുഷ്യന് പോലും പ്രവചിക്കാൻ പറ്റാത്ത കാര്യമാണ്, അല്ലെ? നിങ്ങൾ ഉണ്ടായി വീണ സമയത്ത്, പിറന്നു വീണ സമയത്ത്, അമ്മയുടെ ചൂട് പറ്റി ഹോസ്പിറ്റലിൽ നിങ്ങൾ അമ്മ നിങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞ ഒരു സമയം നിങ്ങളെ മുറിയിലോട്ട് കൊണ്ടുവന്നു, അല്ലെ? അമ്മയും കുഞ്ഞും കിടക്കാണ്. അപ്പൊ നിങ്ങളെ കാണാൻ വേണ്ടി മാലാഖമാർ പറന്നിറങ്ങിയ പോലെ നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നില്ലേ, നെയ്ബേഴ്സ് ഒക്കെ വന്നില്ലേ? അവർ നിങ്ങളെ നോക്കിയിട്ട് എന്തൊക്കെ പ്രവചനങ്ങളാണ് നടത്തിയത്? അവർ നിങ്ങളെ നോക്കിയിട്ട് എന്തൊക്കെ പറഞ്ഞു? ഈ കൊച്ചു വലുതാകുമ്പോൾ അച്ഛനെ പോലെ ഇരിക്കും, അമ്മേനെ പോലെ ഇരിക്കും, അല്ലെ? വെല്യം വെച്ചിട്ട് അതേ മൂക്ക എന്റെ കൊച്ചിനെന്ന്. അപ്പൊ നിങ്ങൾ ഈ പ്രായമായി, യു ആസ്ക് യുവർ പേരൻസ്. അച്ഛന്മാരതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും, അമ്മമാര് മറക്കില്ല. They remember all this very important information. Their brain actually works in loops. അപ്പൊ അമ്മമാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, അത് ഇന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കോലത്തിലാണോ നിങ്ങൾ ഇരിക്കണമെന്ന് ചോദിച്ചു നോക്ക്.
റൈറ്റ്? സോ നോട്ട് ഈവൻ എ ഹ്യൂമൻ ബീങ് ക്യാൻ ആക്ച്വലി പ്രിഡിക്റ്റ്. അപ്പൊ അങ്ങനെയാണെന്നുള്ള സോഫ്റ്റ്വെയറിന്റെ അവസ്ഥ എന്താ? റൈറ്റ്? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്രേ ഉള്ളൂ, ആവശ്യമില്ലാതെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈറ്റ്? സേഫ് ആണെന്ന് കരുതി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ പെർമിഷൻ കൊടുക്കുന്നില്ലേ? ക്യാമറ ആക്സസ് ചെയ്തോട്ടെ, ഓക്കെ. Can I use your contacts? Perfectly fine. Can I make use of the photos inside the album, inside the gallery? പിന്നെന്താ, എടുത്തോ. ഈ പെർമിഷൻ എല്ലാം നിങ്ങൾ കൊടുക്കില്ലേ? അത് കഴിഞ്ഞിട്ട് അല്ലെ വീടിന്റെ ആധാരം പോലും കൊടുത്തിട്ട് എന്റെ വീട് ഇരിക്കുന്ന സ്ഥലവും പേരെയൊക്കെ അടിച്ചുകൊണ്ട് പോയി പറയുന്നത് വല്ല അർത്ഥമുണ്ടോ? റൈറ്റ്? അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. റൈറ്റ്? സോ ദർ ആർ ലോട്ട് ഓഫ് ആപ്ലിക്കേഷൻസ് ഫ്രീ ആയിട്ട് ആരും ഒന്നും തരാൻ പോകുന്നില്ല. അവർക്ക് എന്ത് ഇതായിരിക്കുന്നത്? ഫ്രീ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് തന്നതുകൊണ്ട് അവർക്ക് എന്ത് പുണ്യം കിട്ടാൻ പോണേ? അതുകൊണ്ട് അതിന്റെയൊക്കെ മറവിൽ എന്താണ് നടക്കുന്നത് അത് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഇത് ഒന്ന് ഞാൻ പറഞ്ഞു. ഫോണ്, അതിന്റെ മറുവശങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ക്ലാസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഫോൺ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരുപാട് ഡേഞ്ചറസ് ആണ്. ലിമിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത സ്ലൈഡിലോട്ട് വരുന്നു. രണ്ടാമത് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് അഡിക്ഷൻ ടു എ വീഡിയോ ഗെയിം. ഇത് രണ്ടാമത്തെ അഡിക്ഷൻ. ലോകാരോഗ്യ സംഘടന ഗെയിമിംഗ് ഡിസോർഡർ കാറ്റഗറിയിൽ പെടുത്തി പറഞ്ഞ വീഡിയോ ഗെയിം അഡിക്ഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോ വീഡിയോ ഗെയിം അഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? റൈറ്റ്? പലരും രസത്തിന് വേണ്ടി, തമാശയ്ക്ക് വേണ്ടി, ഇതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയോട് കൂടി അറിയാതെ ഇതിലോട് വരുന്നു. പക്ഷെ ഇതിലേക്ക് പൂത്തി വീഴും. റൈറ്റ്? ഗെയിം ഡിസൈൻ ചെയ്യുന്ന കമ്പനിയുടെ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളെ അതിന് അഡിക്റ്റ് ആക്കുക എന്ന് മാത്രമാണ്, വേറൊന്നുമല്ല. നിങ്ങൾ നന്നാവണം എന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന ലോകത്ത് രണ്ടാൾക്കാർ മാത്രമേ ഉള്ളൂ. ഒന്ന് ഫസ്റ്റ് കാറ്റഗറി, ഈ പറയുന്ന സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള ടീച്ചേഴ്സ്. രണ്ടാമത് നിങ്ങളുടെ സ്വന്തം പേരൻസ്. അത്രയും പേരുള്ളൂ. ഫാമിലി, ഓൺ ഫാമിലി. റൈറ്റ്? അപ്പൊ നിങ്ങളെ നന്നാക്കുക എന്നുള്ള പർപ്പസിലല്ല, നിങ്ങൾ എങ്ങനെ അഡിക്റ്റ് ആക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഈ പറയുന്ന വീഡിയോ ഗെയിംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. വീഡിയോ ഗെയിം അഡിക്റ്റഡ് ആണോ എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പേരൻസിനോട് 3 കാര്യങ്ങൾ പറയാം. റൈറ്റ്? ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് സാധാരണ പകൽ സമയത്ത് കിടന്നുറങ്ങുന്നതിൽ കൂടുതൽ സമയം കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് അഡിക്ഷന്റെ വൺ ഓഫ് ദ സിംറ്റംസ്. റൈറ്റ്? കുറച്ചു നേരം ക്ലാസ് കേട്ടിട്ട് അടുത്തൊരു 10 മിനിറ്റ് കിടന്നുറങ്ങുന്ന പിള്ളേരുടെ പുറകെ 10 വടിയൊന്നുമായിട്ട് പോരുത്, പാവങ്ങളാണ്, ജീവിച്ചു പോട്ടെ. രണ്ടാമത് കൈവിരലുകൾ ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. മൂന്നാമത് ചുണ്ട് കടിച്ചു പൊട്ടിച്ചു വെച്ചിരിക്കുന്നു, ചോര വന്നിരിക്കുന്നു. റൈറ്റ്? നാവ് പൊട്ടിയിരിക്കുന്നു. റൈറ്റ്? കാരണം എന്താ? ഒരു ലെവല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയ സമയത്ത് വന്ന ഫ്രസ്ട്രേഷൻ തീർത്ത എവിടെയാ? സ്വന്തം ചുണ്ടില. ഇത് മാതാപിതാക്കൾക്കുള്ളത്. ഇനി കുട്ടികളോടുള്ള 7 കാര്യങ്ങൾ പറയാം. റൈറ്റ്? ഇസ് ഗെയിമിംഗ് ദ ഫസ്റ്റ് തോട്ട് ആഫ്റ്റർ യു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. രാവിലെ എണീറ്റ് വന്നതിന് ശേഷം ഗെയിം കളിക്കുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിന്ത എന്നുണ്ടെങ്കിൽ പ്രശ്നം. ഡസ് ദ ടൈം യു സ്പെൻഡ് ഓൺ പ്ലേയിങ് എ ഗെയിം ഇൻക്രീസ് എവറി ഡേ? ഇന്നലെ ഒരു രസത്തിന് 5 മിനിറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങി, ഇന്നത് 10 മിനിറ്റ് ആയി, നാളെ 15 മിനിറ്റ് ആവും, അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ. ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചത് 7 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിച്ചിരുന്ന ഒരാള് മലപ്പുറത്ത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇരുന്നിരിപ്പിൽ കൊളാപ്സ് ആയി എന്നുള്ളതാണ്. അപ്പൊ അത് കൂടി വരുന്നുണ്ടോ എങ്കിൽ പ്രശ്നമാണ്. നിങ്ങൾ കളിക്കുന്ന ദൈർഘ്യം കൂടി വരുന്നുണ്ടോ പ്രശ്നമാണ്. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പ്ലേ, ഡു യു ഫീൽ ഡിസ്റ്റർബ്ഡ്? അതായത് ഗെയിം കളിക്കാനുള്ള ഒരു അവസരം നിഷേധിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ, പൊട്ടിത്തെറിക്കുന്നുണ്ടോ? പ്രശ്നമാണ്. Right? Constantly thinking about the previous game, anticipating playing the next game. ഇന്നലെ കളിച്ച ഗെയിമിനെ കുറിച്ച് ഇന്നും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി എന്നാണാവോ ദൈവമേ ഇങ്ങനെ ഗെയിം കളിക്കുന്ന അവസരം കിട്ടുക? ഈ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ പ്രശ്നമാണ്. Are you using it to relieve anxiety, guilt or hopelessness? ദുഃഖിച്ചിരിക്കുന്ന സമയത്ത്, വിഷമം വന്നിരിക്കുന്ന സമയത്ത്, സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത്, ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത്, നെർവസ് ആയിട്ടിരിക്കുന്ന സമയത്ത്, ഒരു പണിയും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഗെയിം കളിക്കാനാണ് നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. നോട്ട് ഏബിൾ ടു കോൺസെൻട്രേറ്റ് വെൻ യു സെറ്റ് ഡൗൺ ടു സ്റ്റഡി. പഠിക്കാനിരിക്കുന്ന സമയത്ത് വേണ്ട പോലെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഈവൻ ആഫ്റ്റർ ട്രൈങ് ടു ക്വിറ്റ് മൾട്ടിപ്പിൾ ടൈംസ് യു ആർ നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്. അതായത് ഇന്ന് തീരുമാനിച്ചു, പുണ്യാളാണ് സത്യം, നാളെ മുതൽ ഞാൻ ഗെയിം കളിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു. റൈറ്റ്? അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും നിങ്ങൾ പ്രോമിസ് കൊടുത്തു, പക്ഷേ യു നോട്ട് ഏബിൾ ടു ഫുൾഫിൽ ദ സെയിം. വീണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നു, നിങ്ങൾ അത് യൂസ് ചെയ്യുന്നു. 10 ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു, ഇതിൽ 6ൽ കൂടുതലോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഗെയിം അഡിക്റ്റ്. ഉദാഹരണം, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതിന്റെ റീസൺ ഗെയിമിങ് മാത്രമല്ല. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഈ പ്രായത്തിൽ നിങ്ങളുടെ കൂട്ടുകെട്ട് മാറുമ്പോൾ പ്രശ്നമാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു നിങ്ങളിപ്പോ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു ഏരിയയിലോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തു. റൈറ്റ്? നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് വരുന്നുണ്ട്. ഈ പ്രായത്തിൽ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അതുകൊണ്ട് മാത്രം ഗെയിം അഡിക്റ്റ് ആണെന്ന് വിചാരിക്കരുത്. റൈറ്റ്?
അപ്പൊ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ മജോറിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ദീസ് ആർ സം സിംറ്റംസ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. റൈറ്റ്? ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിലേക്ക് ഈ വരുന്ന ചിന്തകളൊക്കെ വരുന്നത്? ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഇവിടെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് ഗിവൻ ദി ഇമേജ് ഓഫ് എ monkey. Right? Brain is like a monkey. Very, very importantly, your mind is like a monkey. Right? സാധാരണ കുട്ടികളുടെ മനസ്സിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന 3 ചിന്തകളാണ് ഞാൻ ഇവിടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഐ എം ബോർഡ്, ഐ വാണ്ട് ടു ഡു സംതിങ്. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ഇരിക്കുക എന്നാലും ബോറടിക്കാം. റൈറ്റ്? ഐ എം ബോർഡ്, ഐ വാണ്ട് ടു ഡു സംതിങ്. ഐ എം സ്ട്രെസ്ഡ്, ഐ വാണ്ട് ടു റിലാക്സ്. റിലാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നേരത്തെ റിലാക്സേഷൻ ഓർമ്മ വരും. റൈറ്റ്? അപ്പോൾ ഇന്ന് റിലാക്സ് ചെയ്യണം. എന്തെങ്കിലും കാര്യം ചെയ്തിട്ടാണോ? അല്ല. ഐ വാണ്ട് ടു ഹാവ് സം കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് എന്റർടൈൻമെന്റ് എന്നാലും. റൈറ്റ്? സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, യുവർ മൈൻഡ് ഈസ് ലൈക്ക് എ മങ്കി. ഇറ്റ് വിൽ കീപ് ഓൺ ഗിവിംഗ് യു ഓൾ ദീസ് ഓപ്ഷൻസ് എവറി സിംഗിൾ മിനിറ്റ്. റൈറ്റ്? അപ്പൊ എവിടെയാണ് ഇത് തുടങ്ങിയത്? റൈറ്റ്? അപ്പം നമ്മൾ ഈ വീഡിയോ ഗെയിമിന്റെ ഒക്കെ ഒരു ഇന്റൻസിറ്റി ഒക്കെ മനസ്സിലാക്കി തുടങ്ങിയത് 2017 വർഷമാണ്. ട്രിവാൻഡ്രം സൈഡിലാണ് ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത് കേരളത്തിൽ നിന്നാണ്. എൻ്റെ ഒരു മൈ അണ്ടർസ്റ്റാൻഡിംഗ് ഇസ് ദാറ്റ് വേ. റൈറ്റ്? ഇന്ത്യയിൽ പല ഭാഗങ്ങളും നേരത്തെ ഇത് ഉണ്ടായിട്ടുണ്ട്. ലോകമെമ്പാടും ഒരുപാട് പ്രശ്നങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു. ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്? കേരളത്തിലെ കേസ് എന്ന് പറയുന്ന ആദ്യമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് നല്ല ഡെപ്ത് ആയിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങി. ഇതിന്റെ ഒരു ഇന്റൻസിറ്റി നമുക്ക് മനസ്സിലായത് 2017 ഓഗസ്റ്റ് മാസമാണെന്നാണ് എൻ്റെ വിശ്വാസം. റൈറ്റ്? ബ്ലൂ വെയിൽ ഗെയിമിന്റെ ഒരു ഇതായിട്ടാണ് ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലോട്ട് പലരും ഒരു ശ്രദ്ധ തിരിഞ്ഞത് ഈ ഒരു ഇൻസിഡന്റോട് കൂടിയാണ്. റൈറ്റ്? ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഗെയിമിൽ എന്താണ്? 50 ഇൻസ്ട്രക്ഷൻസ് ആണ്. 50 ഇൻസ്ട്രക്ഷൻസ്. 50th ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യാന്നുള്ളതാണ്. റൈറ്റ്? ഇതാണ് ആദ്യത്തെ ഇര. ബ്ലൂ വെയിൽ ഗെയിമിന്റെ ആദ്യത്തെ ഇര കേരളത്തിൽ നിന്ന്. റൈറ്റ്? ഒരുപാട് പേര് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്? ഇന്ത്യയിലൊക്കെ ഒരുപാട് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലതും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റൈറ്റ്? അപ്പോൾ ഈ പറയുന്ന ബ്ലൂ വെയിൽ ഗെയിമിൽ നിന്നാണ് ഇതിന്റെ ഒക്കെ തുടക്കം. ഒരു റഷ്യൻ സ്റ്റുഡന്റ് ആണ്, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഈ ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഗെയിം ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് സ്ക്രീനിൽ കാണുന്നത്. ഫിലിപ്പ് ബുഡിക്കൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. 21 വയസ്സേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇത് ഗെയിമിന്റെ ഉറവിടം എവിടെയാണെന്ന് തപ്പിയെടുക്കുകയും ഇദ്ദേഹത്തിന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ പർപ്പസ്, ഇന്റൻഷൻ ബിഹൈൻഡ് ബിൽഡിംഗ് എ ഗെയിം? റൈറ്റ്? ലോകത്തിലെ ആൾക്കാരെ കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത കൂടുതലും അതിലോട്ട് പോകുന്നു. ഈ ഗെയിം നിങ്ങൾ ഡിസൈൻ ചെയ്ത നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താ, പർപ്പസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഐ വാണ്ട് ടു ക്ലെൻസ് ദ വേൾഡ് എന്നാണ്. റൈറ്റ്? ഐ വാണ്ട് ടു ക്ലെൻസ് ദ സൊസൈറ്റി. റൈറ്റ്? ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഓൾ ദ ബയോളജിക്കൽ വേസ്റ്റസ് ഇൻ ദ വേൾഡ് എന്നാണ്. ഗെയിം കളിക്കുന്നതിനൊക്കെ അത്രത്തോളം വേസ്റ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. റൈറ്റ്? ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന കുട്ടികൾ, റൈറ്റ്? ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന, നെർവസ് ആയിട്ടിരിക്കുന്ന, റൈറ്റ്? ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്ത് വരുന്ന ഒരു ഗെയിം. റൈറ്റ്? ബ്ലൂ വെയിൽ നമ്മൾ ബാൻ ചെയ്തു. രണ്ടാമത് ഒരു പ്രശ്നമായിട്ട് വന്നത് പബ്ജി ആണ്. പബ്ജി ഗെയിം is also it got banned. Right? So I started thinking what would be the size of this industry. Right? ഈ ഓൺലൈൻ ഗെയിമിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം 2021 വർഷം എത്തി നിൽക്കുമ്പോൾ $1 billion അത്രത്തോളം ഇതിന് വോളിയം ഉണ്ടെന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രിയുടെ സൈസ് ഇത്രത്തോളം ഉണ്ട്. റൈറ്റ്? സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പനിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. റൈറ്റ്? അവരുടെ ഏക പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ആലുവയിൽ ഉണ്ടായ സംഭവമാണ്. റൈറ്റ്? ഫ്രീ ഫയർ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾ കളിക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഗെയിം. ഒരു ഐലൻഡിൽ കുറച്ച് പേര് പെട്ട് കിടക്കുന്നു. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറന്നിറങ്ങുന്നു. അവരാരാന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ വെപ്പൺസ് ഒക്കെ നമുക്ക് മേടിക്കണം. അത് മേടിക്കാനുള്ള പൈസ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റാണ്. ഇതൊരു വീട്ടമ്മയ്ക്കുണ്ടായ അനുഭവമാണ്. പെട്ടെന്നൊരു സമയം ബാങ്കിൽ പോയിട്ട് ഈ പണം പിൻവലിക്കാൻ വേണ്ടി പോയ സമയത്ത് അദ്ദേഹം അറിഞ്ഞത് 3 ലക്ഷം രൂപ അക്കൗണ്ട് ഇത് പോയിട്ടുണ്ട്. അപ്പൊ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. അന്വേഷണമൊക്കെ കഴിഞ്ഞ് പോലീസ് എത്തിച്ചേർന്ന എവിടെയാ? സ്വന്തം മകൻ തന്നെ ചെയ്തു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ. റൈറ്റ്? അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, തമാശയ്ക്ക് പോലും, റൈറ്റ്, നിങ്ങളൊരു രസത്തിന് പോലും ഒരിക്കലും ഇതിനൊക്കെ അഡിക്റ്റ് ആവരുന്നുള്ളതാണ്. റൈറ്റ്? അഡിക്ഷന്റെ പ്രത്യേകത എന്താണ്? എളുപ്പത്തിൽ നമ്മൾ അഡിക്റ്റ് ആവും. കുഴിയിൽ വീണ് കഴിഞ്ഞാൽ അതിൽ നിന്നും കരകയറാൻ എടുക്കുന്ന സമയം അത് ഒരുപാട് സമയം എടുക്കും. ഇറ്റ്സ് വെരി ഈസി ടു ബി അഡിക്റ്റഡ് ടു സംതിങ്, ബട്ട് ടു കം ഔട്ട് ഓഫ് ദാറ്റ് ഇറ്റ് വിൽ ടേക്ക് മന്ത്സ്, ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്, ഓർ പ്രോബ്ലി ഇറ്റ് വിൽ കിൽ യുവർ സെൽഫ്. റൈറ്റ്? സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് തിങ്സ് ആർ വെരി വെരി ഇമ്പോർട്ടന്റ്. ഞാൻ കുറച്ച് ലൈവ് ആയിട്ടുള്ള കേസ് എടുക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ ഇന്റൻസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്? ഇത് അടുത്ത സംഭവം, ഇത് ലേറ്റസ്റ്റ് ആണ്. ഫ്രീ ഫയർ ഗെയിം കളിച്ച് അമ്മയ്ക്ക് 2 മക്കളാണ്.
മൂത്ത മകൻ എന്തോ ഒരു ഹാർട്ട് റിലേറ്റഡ് ഡിസീസ് ആയിട്ട് മൂത്ത മകൻ മരിച്ചുപോയി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇദ്ദേഹം ഇളയ മോന റൈറ്റ് നവംബർ മാസത്തിൽ ഗെയിം കളിച്ചു തുടങ്ങി, ജാനുവരി പകുതി ആയപ്പോഴത്തേക്കും സൂയിസൈഡ്. റൈറ്റ്, സോ ദ ബെസ്റ്റ് തിങ് ഇസ് ദാറ്റ് യു ഷുഡ് നോട്ട് ഈവൻ ട്രൈ ഫോർ ദാറ്റ്. ഇനി നിങ്ങൾ അതിൽ പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് ഞാൻ പറയാം. റൈറ്റ്, അപ്പോൾ മനസ്സിലാക്കി വെക്കണം, ഫ്രീ ഫയർ എന്ന് പറയുന്ന സംഭവം ഈ കളി തീക്കളിയാണ്, ഒരിക്കലും അതിലേക്ക് പോവാതിരിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്. റൈറ്റ്, വാട്ട് ഫോഴ്സസ് ചിൽഡ്രൻ ടു പ്ലേ ഗെയിംസ്? ഈ പറയുന്ന ഗെയിം ഒക്കെ കളിക്കാനുള്ള മോട്ടിവേഷൻ എന്താണെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. റൈറ്റ്, ഒന്ന് ദ പ്ലെയർ ഗെറ്റ്സ് റിവാർഡ്സ്. റൈറ്റ്, അതൊരു പക്ഷേ ക്യാഷ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് വൗച്ചർ ആയിരിക്കാം. റൈറ്റ്, ക്യാൻ ബി എനിത്തിങ്. അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട്, ഒരു നെക്സ്റ്റ് ഗെയിമിലോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ആയിരിക്കാം. ഇതൊക്കെ ഒരു മോട്ടിവേഷൻ ആണ്. ഇറ്റ് ഗിവ്സ് ലോട്ട് ഓഫ് എക്സൈറ്റ്മെന്റ് ആൻഡ് ത്രിൽ. റൈറ്റ്, പടിപടിയായിട്ടാണ് നിങ്ങൾ അഡിക്റ്റ് ആക്കുന്നത്. ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രോസസ്സ് വളരെ സിമ്പിൾ ആയിരിക്കും. ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും തേർഡ് ലെവലും നിങ്ങൾ നല്ല ഈസി ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ മുൻപോട്ട് മൂവ് ചെയ്യുന്നു. റൈറ്റ്, അങ്ങനെ പോയി നിങ്ങൾ അഡിക്റ്റ് ആയതിനു ശേഷം അതിന് ഇന്റൻസിറ്റി കൂടുന്നു, ചലഞ്ച് കൂടി വരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ആ ഒരു വ്യഗ്രത കൂടി വരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ നിങ്ങൾ വയലന്റ് ആവുന്നു, അഗ്രസീവ് ആവുന്നു, നിങ്ങളല്ലാതായി മാറുന്നു. വിക്രത്തിന്റെ തമിഴ് സിനിമയുണ്ടല്ലോ, അന്യന്റെ ക്യാരക്ടറായി, അമ്പിയുടെ അവസ്ഥയായി. റൈറ്റ്, അപ്പോൾ മൂന്നാമത് എന്തുകൊണ്ട് നദർ റീസൺ ഇസ് പിയർ പ്രഷർ. പേരൻസ് പ്രത്യേകം മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം, ഇവരുടെ കൂട്ടുകെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവം അനുഗ്രഹിച്ച് നമ്മൾ നല്ലൊരു സ്കൂളിലാണ് പഠിക്കുന്നത്, ഒരു നല്ലൊരു ലെവലിൽ ഇവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. റൈറ്റ്, അതൊക്കെ നല്ല ബ്രില്യൻ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അത് ആ സ്കൂളിന്റെ ആ ഒരു എക്സിക്യൂഷൻ, ഒരു പ്രോഗ്രാം ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നതിൽ നമുക്ക് കാണാം. റൈറ്റ്, ഐ എം വെരി കോൺഫിഡൻറ്റ് ഓൺ ദോസ് ലൈൻസ്. പക്ഷേ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാതെ എല്ലാവരും അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. റൈറ്റ്, പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ കുട്ടിയുടെ ഫസ്റ്റ് 5 ഫ്രണ്ട് സർക്കിൾ, റൈറ്റ്, ഫസ്റ്റ് 5 ബെസ്റ്റ് ഫ്രണ്ട്സ്, ഫസ്റ്റ് 5 ബെസ്റ്റീസ്, ആ 5 കൂട്ടുകാരുടെ ആവറേജ് ആയിരിക്കും നിങ്ങളുടെ കുട്ടി. യുവർ ചൈൽഡ് ഇസ് ആൻ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 5 ഫ്രണ്ട്സ് വിത്ത് ഹിം he or she interacts every day. റൈറ്റ്, സോ വി ആർ ഓൾ, ഇപ്പം നമ്മൾ എൻവറോൺമെന്റിന്റെ ഔട്ട്കം ആണ് നമ്മൾ ഇന്ന് പറയുന്ന പോലെ തന്നെ അതേ കോൺസെപ്റ്റ് ആണ്. റൈറ്റ്, പിയർ പ്രഷർ ഈ പ്രായത്തിൽ ഒരുപാടുണ്ട്. റൈറ്റ്, ഈവൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കരിയർ ചോയ്സിൽ അല്ലെ, കൂട്ടുകാരൻ എന്തിനു പോകുന്നു അതിന് തന്നെ നമ്മൾ പോണേ. അപ്പോൾ 5 പേരുണ്ട്, അതില് 5 ഫ്രണ്ട്സിൽ 4 ഫ്രണ്ട്സ് ഗെയിം കളിക്കുന്നു. അപ്പൊ പതിയെ ഞാനും അതിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പേരൻസ് ഹാവ് ടു ഐഡന്റിഫൈ. റൈറ്റ്, പേരൻസ് ഷുഡ് ഓൾസോ ഇന്ററാക്ട് വിത്ത് അതർ പേരൻസ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ കൂട്ടുകെട്ടിലുള്ള മകന്റെയോ മകളുടെ കൂട്ടുകെട്ടിലുള്ള അവരുടെ പേരൻസുമായിട്ട് നിങ്ങൾ നല്ല റിലേഷൻ വെക്കുന്നത് നല്ലതാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ദാറ്റ് ഇഫ് യു ക്യാൻ ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. റൈറ്റ്, അവർ തമ്മിൽ നല്ലൊരു ബന്ധം തന്നെ പുലർത്തണം. റൈറ്റ്, ഇത് കണ്ടുപിടിക്കണം. പിയർ പ്രഷർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നോബഡി ടു കമ്മ്യൂണിക്കേറ്റ്. രാവിലെ നിങ്ങൾ ജോലിക്ക് പോകും, റൈറ്റ്, 2 പേരും ജോലിക്ക് പോകുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ പാൻഡമിക് സമയത്തൊക്കെ. റൈറ്റ്, വി ആർ ഓൾ സ്ട്രഗ്ലിംഗ്. റൈറ്റ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം ഇവരുടെ കൂടെ ഇരിക്കാൻ. ഇവർക്ക് ആരും സംസാരിക്കാനൊന്നും ഇല്ലാത്ത അവസ്ഥയുണ്ട്. റൈറ്റ്, അപ്പോ ജോലി കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ ശ്രദ്ധിക്കുന്നുള്ളത് വലിയ പാടാണ്, അങ്ങനെ സമയം നമുക്ക് കിട്ടില്ല. റൈറ്റ്, അപ്പൊ എല്ലാ ദിവസവും സമയം കണ്ടെത്തണം. റൈറ്റ്, ഓപ്പൺ അപ്പ് വിത്ത് യുവർ ചിൽഡ്രൻ. അവരോട് ചോദിക്കണം എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടോ, അവരുടെ മുഖഭാവങ്ങൾ മാറുന്നതും അവരുടെ ഒരു ക്യാരക്ടറിൽ വ്യത്യാസം വരുന്നതൊക്കെ. റൈറ്റ്, ഡെഫിനറ്റ്ലി പേരൻസിനും ടീച്ചേഴ്സിനും പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. റൈറ്റ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവരറിയാതെ അവർ കാര്യങ്ങൾ പറയും. റൈറ്റ്, ഒരു പരിധി കൂടുതലൊന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാൻ പറ്റില്ല. റൈറ്റ്, സ്നേഹം എല്ലാത്തിനും കീഴ്പ്പെടുത്തും എന്നുള്ളതാണ്. റൈറ്റ്, ഓക്കെ. ഇമ്പാക്ട് ഓഫ് വയലന്റ് വീഡിയോ ഗെയിംസ്. ഭയങ്കര ഒരു അഡ്രിനൽ റഷാണ്, മൈൻഡ് സെറ്റ് മാറും. റൈറ്റ്, സ്കൂളിലുള്ള പെർഫോമൻസ് കുറയും, കാരണം കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ സംഭവമില്ല. അല്ലെങ്കിൽ തന്നെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ 5 മിനിറ്റോ 6 മിനിറ്റോ എന്തോ ആണ്. ഓൺലൈൻ ക്ലാസ്സിന് മുൻപാണ് ഞാൻ പറയുന്നത്. ഓൺലൈൻ ക്ലാസ് ുള്ള ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ ആയിരിക്കും. റൈറ്റ്, നമ്മുടെ സ്കൂളിലുള്ള കോൺസെൻട്രേഷൻ, ക്ലാസ്സിന്റെ കോൺസെൻട്രേഷൻ കുറയും, ഗ്രേഡ്സിനെ ബാധിക്കും. റൈറ്റ്, ദ പ്ലെയർ ഈസ് ഡീസെൻസിറ്റൈസ്ഡ് ടു വയലൻസ്. റൈറ്റ്, രക്തം കാണുന്നതും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും അതിലൊക്കെ ആനന്ദം കണ്ടെത്തുന്ന ഒരു അവസ്ഥയിലോട്ട് ഇവർ പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലീസ് ട്രാക്ക്. ഇനി ആരെങ്കിലും അഡിക്റ്റ് ആണ്, ഇപ്പൊ ഇതുവരെയുള്ള ഡിസ്കഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അതായത് എന്റെ കുട്ടി അഡിക്റ്റഡ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഒരുപാട് നേരം ഗെയിം കളിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരാൻ പറ്റും? ഒന്ന്,
please go for professional help. Right? നിങ്ങളൊരു 3 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂർ 6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡിക്റ്റ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഫൈൻഡ് ഡോക്ടർ. ഡോക്ടറെ അടുത്ത് പോകണം, സൈക്കോളജിസ്റ്റിനെ കാണണം. കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന സംഭവം ഉണ്ട്. പടിപടിയായിട്ട് സ്റ്റേജ് ബൈ സ്റ്റേജ് യു ക്യാൻ കം ഔട്ട് ഓഫ് ദാറ്റ്. റൈറ്റ്? 2, യു ക്യാൻ സെറ്റ് ലിമിറ്റ്സ് ഓൺ യുവർ ആക്സസ് ടു ഗെയിംസ്. അതായത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരെ അത് ലിമിറ്റ് ചെയ്ത് പതിയെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു സൈക്കോളജിസ്റ്റ് എഴുതിയ ഒരു ആർട്ടിക്കിൾ അദ്ദേഹം പറയുന്നു, യു വിൽ ഹാവ് ടു ഫൈൻഡ് എ പാർട്ട്ണർ അറ്റ് ഹോം. ഫൈൻഡ് എ പാർട്ട്ണർ, എ ബഡി അറ്റ് ഹോം. റൈറ്റ്? അച്ഛനും അമ്മയായിരിക്കാം, സിബ്ലിംഗ് ആയിരിക്കാം. റൈറ്റ്? 1 മണിക്കൂറാണ് ഗെയിം കളിക്കുന്നത്. യു ക്യാൻ ലിമിറ്റ് യുവർ സെൽഫ്, അല്ലെ? അരമണിക്കൂർ ആകുമ്പോൾ ഒന്ന് പറയണം, അല്ലെങ്കിൽ 15 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് പറയണം, പ്ലീസ് റിമൈൻഡ് മീ. റൈറ്റ്? പിന്നെ അത് 10 മിനിറ്റ് ആക്കാം, 5 മിനിറ്റ് ആക്കാം. അങ്ങനെ നമുക്ക് ആ സമയം ദൈർഘ്യം കുറച്ചു കൊണ്ടുവരാം. റൈറ്റ്? എസ്റ്റാബ്ലിഷിംഗ് എ ഹെൽത്തി റുട്ടീൻ. 30 മിനിറ്റ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നു, 30 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയപ്പോ ആ 30 മിനിറ്റ് സമയം നമ്മൾ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ 30 മിനിറ്റ് സമയം വീണ്ടും നിങ്ങൾ ഗെയിം കളിക്കാനുള്ള പ്രവണത കൂടുതലാണ്. അതുപോലെ തന്നെ 10 മിനിറ്റും 15 മിനിറ്റും ഗെയിം കളിക്കുന്നവരെ സേഫ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ആ 15 മിനിറ്റ് നാളെ 30 മിനിറ്റ് ആവാനും 1 മണിക്കൂർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റൈറ്റ്? സോ കം ഔട്ട് ഓഫ് ദാറ്റ്. റൈറ്റ്? അങ്ങനെ നിങ്ങൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ, റൈറ്റ്, അല്ലെങ്കിലും നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു 30 മിനിറ്റ് സമയം 1 മണിക്കൂർ സമയം ഫ്രീ ആയി കിട്ടിയത് നിങ്ങൾ എവിടെ വിനിയോഗിക്കണം? ഫിസിക്കൽ ആക്ടിവിറ്റി. നടക്കാൻ പോവാം, ഓടാൻ പോവാം, ഫ്രണ്ട്സിനൂടെ കളിക്കാൻ പോവാം. സാറേ, ഞങ്ങളുടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏരിയ ആണ്, TPR 20% ഞങ്ങളുടെ പഞ്ചായത്തിൽ. സാറേ, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യണം? വീട്ടിൽ തന്നെ ചെയ്യാവുന്ന എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ട്? യു ക്യാൻ ഗോ ഫോർ സ്കിപ്പിംഗ്. റൈറ്റ്? യു ക്യാൻ ഹെൽപ്പ് യുവർ പേരൻസ് അറ്റ് ഹോം. റൈറ്റ്? യു ഹാവ് എ സ്മോൾ ഗാർഡൻ. Right? You can take care of that. Help your parents to wash their car. Any activity that you feel free to do in your house. Kitchen എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്നാണ് ഈ ഭക്ഷണമൊക്കെ വന്നെ. അവിടെ ഒന്ന് പോകുന്നത് നല്ലതാണ്, അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നത് നല്ലതാണ്. റൈറ്റ്? യു ക്യാൻ ഹെൽപ്പ് യുവർ പേരൻസ് അറ്റ് ഹോം. എന്ത് ആക്ടിവിറ്റി എന്തോ ആയിക്കോട്ടെ. ആ ചൂലൊന്നും എടുത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികളും ചെയ്യാം, അല്ലെ? റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിക്കേ. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മുറിയെങ്കിലും. വീട് മുഴുവൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? തല മൊത്തം കറങ്ങും. അതിലും വലിയ എക്സസൈസ് ഇല്ല, നക്ഷത്രം എണ്ണിപ്പോ. റൈറ്റ്? അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. 30 മിനിറ്റ് സമയമെങ്കിലും എല്ലാ ദിവസവും നിങ്ങളുടെ ശരീരം നന്നായിട്ട് വിയർക്കണം. റൈറ്റ്? കാരണം 1.5 വർഷമായിട്ട് ഒരു ആക്ടിവിറ്റി ഇല്ലാതെ യു ആർ സിറ്റിംഗ് അറ്റ് ഹോം, യു ആർ എ കൗച്ച് പൊട്ടറ്റോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. റൈറ്റ്? അപ്പൊ അതുകൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി അതിലൂടെ ഡയറക്റ്റ് ചെയ്യാം. റൈറ്റ്? അങ്ങനെ ഒരുപാട് നല്ല ഹാബിറ്റ്സ് ഉണ്ട്. റീഡിംഗ് ഇസ് എ വണ്ടർഫുൾ ഹാബിറ്റ്. റൈറ്റ്? നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഏറ്റവും വേണ്ട സ്കിൽ ഏതാണ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പോൾ സ്കൂളിൽ വരുന്ന സമയത്ത് നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ നടക്കും, അല്ലെ? ടീച്ചർ നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്നു, നിങ്ങൾ ടീച്ചറായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും, നിങ്ങൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നതും. മലയാളമൊക്കെ ഉണ്ട്, അറിയാം, എന്നാലും അറിഞ്ഞോ അറിയാതെ ഇംഗ്ലീഷ് നമ്മൾ യൂസ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ വൊക്കാബുലറി ബിൽഡപ്പ് ആവും, നമ്മൾ അറിയാതെ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യും. റൈറ്റ്? നിലവിലത്തെ അവസ്ഥ എന്താ? നമുക്ക് അതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. ഡെഫിനറ്റ്ലി ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്കൊരു പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ റിലേറ്റഡ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആറ് ചെയ്യുന്നുണ്ട്. ഐ എം വെരി കോൺഫിഡന്റ് അബൌട്ട് ഹിം. അപ്പോൾ നെക്സ്റ്റ് ബെസ്റ്റ് മെത്തേഡ് എന്താ? ഇപ്പൊ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ എനിക്ക് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുള്ള നെക്സ്റ്റ് ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് നല്ല വായനാശീലമാണ്. നന്നായിട്ട് വായിക്കണം. എന്ത് വായിക്കണം? കൈ കിട്ടുന്ന എന്തും വായിക്കണം, ഇംഗ്ലീഷോ മലയാളം എന്തോ ആയിക്കോട്ടെ. റൈറ്റ്? ഇഫ് യു ക്യാൻ റീഡ് 1000 books, വേർഡ്സ് വിൽ ഫ്ലോ ലൈക്ക് എ റിവർ. ഒരു പക്ഷേ അടുത്ത ശശി തരൂര് നമ്മുടെ ക്ലാസ്സിൽ ഇരിപ്പുണ്ടാവും. റൈറ്റ്? നന്നായിട്ട് വായിക്കണം. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വൊക്കാബുലറി ബിൽഡപ്പ് ആവും. ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് വരുന്ന സംഭവമാണ്, അല്ലെ? കോളേജിൽ നിന്ന് എക്സ്പോഷർ ഒക്കെ കിട്ടുള്ളൂ. റൈറ്റ്? സ്കിൽ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ ടീച്ചർമാര് തരുന്ന, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സ്കില്ല് ജീവിതത്തിന്റെ അവസാനം വരെ അത് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. റൈറ്റ്? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. റൈറ്റ്? സ്ലീപ്പ് ഹൈജീൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരുടെ മുഖത്ത് നല്ലൊരു സന്തോഷം വന്നിട്ടുണ്ട്, അല്ലെ? ഇത് സാറിനെ പോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് താല്പര്യമുള്ള ഒരു വിഷയമാണ് സ്ലീപ്പ്. റൈറ്റ്? എത്ര മണിക്കൂർ ഉറങ്ങണം? ഒരു ദിവസം ഒരാൾ എത്ര മണിക്കൂർ ഉറങ്ങണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങണം? ഒന്ന് ചാറ്റ് ചെയ്തേ. ഇതിന് ഉത്തരം തരാൻ നിങ്ങൾക്ക് വലിയ താല്പര്യമായിരിക്കും, എനിക്കറിയാം. റൈറ്റ്? ഔട്ട് ഓഫ് 24 hours you have in a day, how many number of hours do you sleep? Are you supposed to sleep? Do you sleep എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഉറങ്ങുന്ന സമയമൊക്കെ കുറവാ.
ഓ ഇത് മാത്രല്ലേ എന്ത് ആവേശാ നോക്കിക്കേ. 6 മണിക്കൂർ, 8 മണിക്കൂർ, റൈറ്റ്, 9 മണിക്കൂർ. ആഹാ, 6 to 7 hours, 6 to 8 hours. സാർ ഇങ്ങനെയുള്ള വിഷയത്തിലോട്ടൊക്കെ വരൂ, സാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കൂ, ഞങ്ങൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാം. റൈറ്റ്, ക്യാമറ ഓഫ് ആയിട്ടിരുന്നവർ ക്യാമറ ഓൺ ആക്കിയിട്ട് ചാറ്റ് ചെയ്യണുണ്ടോ? റൈറ്റ്, വണ്ടർഫുൾ. 9 മണിക്കൂറിലോട്ടൊന്നും പോകണ്ട. റൈറ്റ്, 8 മണിക്കൂർ. 6ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരാള് 8 മണിക്കൂർ. റൈറ്റ്, 1/3 സമയം. 6ാം ക്ലാസ്സിന്റെ മുകളിലോട്ടോ 7 മണിക്കൂർ എന്നാണ് സ്റ്റഡീസ് ലേറ്റസ്റ്റ് പറയുന്നത്. ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിലാണ് നമുക്ക് സ്ലീപ്പ് ലബോറട്ടറീസ് ഉള്ളത്. സ്ലീപ്പിനെ കുറിച്ച് ഡെപ്തിൽ പഠിക്കുന്ന സ്ലീപ്പ് സയന്റിസ്റ്റ് ഉണ്ട്. ഇപ്പൊ പലരുടെ ചില ക്ലാസ് എടുക്കുമ്പോൾ അവർ പറയും ഐ വാണ്ട് ടു ബി എ സ്ലീപ്പ് സയന്റിസ്റ്റ് എന്നൊക്കെ പറയും. റൈറ്റ്, ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിലാണ് ഏറ്റവും നല്ല സ്ലീപ്പ് സയന്റിസ്റ്റുകൾ ഉള്ളത്. അവർ പറയുന്നു 6 മണിക്ക് ശേഷമുള്ള ഉറക്കം, അല്ലെ, പലരും 6 മണി കഴിഞ്ഞ് കിടന്നുറങ്ങും. റൈറ്റ്, സ്ലീപ്പ് ആഫ്റ്റർ 6 in the morning, സ്ലീപ്പ് ഡെപ്ത് എന്ന് പറയും, വീട്ടാൻ പറ്റാത്ത കടമാണെന്നാണ് പറയുന്നത്. അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്. റൈറ്റ്, അപ്പോ വി ഓൾ വേക്ക് അപ്പ് early but we get up late from the bed. അല്ലെ, ശരിയല്ലേ? we all wake up early but we get up late from the bed എന്നാണ്. റൈറ്റ്, അപ്പോ ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്, കിടന്നുറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപ് ആഹാരം കഴിച്ചിരിക്കണം. 1.5 മണിക്കൂർ മുൻപെങ്കിലും, റൈറ്റ്, അറ്റ്ലീസ്റ്റ് 1.5 hours before you will have to be free from all these gadgets. Right, 7 മണിക്ക് ശേഷം ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ടാബ്, വെരി ഇമ്പോർട്ടൻ്റ്ലി വെരി ഡേഞ്ചറസ്ലി മൊബൈൽ ഫോൺ, ഇതിൽ നിന്നൊക്കെ വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ബ്ലൂ ലൈറ്റ് എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ സമയം 8:05 സാറേ, സാറ് നിർത്തി വീട്ടിൽ പോക്കൂടെ എന്നാണ് നിങ്ങൾ ചിന്തിക്കണം. റൈറ്റ്, ഇതിപ്പോ നമ്മളൊരു പർപ്പസുമായിട്ട് വന്നിരിക്കുകയാണല്ലോ. റൈറ്റ്, നാളെ മുതലുള്ള കാര്യമാണ്. റൈറ്റ്, 7 മണിക്ക് ശേഷമുള്ള നിങ്ങളുടെ സ്ക്രീൻ യൂസേജ് കുറയ്ക്കണം. ബെറ്റർ യു അവോയ്ഡ് ഇറ്റ്. റൈറ്റ്, അപ്പൊ പേരൻസിന് എടുത്താൽ പറയണം. കാരണം നിങ്ങൾ 7 മണി തൊട്ട് നിങ്ങളുടെ പരിപാടി, ഈ സീരിയൽ ഉണ്ടല്ലോ, സീരിയൽ കാണുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. എല്ലാ സീരിയലിന്റെ കഥയൊന്നാ, അല്ലെ? ഈ അമ്മായിയമ്മയും മരുമോളും ഇതെല്ലാം പരിപാടിയുള്ളൂ. അതിപ്പോ ഏത് ചാനൽ നോക്കിയാലും ഇത് തന്നെയാണ്. റൈറ്റ്, അപ്പോ 1.5 മണിക്കൂർ മുൻപ് കിടന്നുറങ്ങുന്നതിന്, നിങ്ങൾ വീട്ടില് കിടന്നുറങ്ങുന്നതിന് 1.5 മണിക്കൂർ മുൻപ്, റൈറ്റ്, ഈ പറയുന്ന ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കണം. റൈറ്റ്, ഇതിന് ഇന്ന് നമുക്ക് സ്റ്റുഡൻസിനെ ഏൽപ്പിക്കാം. റൈറ്റ്, പേരൻസിനെ കൊണ്ട് വലിയ പ്രശ്നമാണ്. റൈറ്റ്, എന്തിനാ പറയണ ഗ്രാൻഡ് പേരൻസ്. റൈറ്റ്, ഇപ്പൊ ഇവിടെ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ആൾക്കേ പുതിയ ഫോൺ മേടിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് വാട്സാപ്പോ ഫേസ്ബുക്കോ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ ഒന്നും അറിയില്ലായിരുന്നു, യൂസ് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. അങ്ങേര് കിടന്നുറങ്ങുന്ന വെളുപ്പിന് 2 മണിക്കാ. അത്രത്തോളം താല്പര്യമായി. അപ്പൊ അതുകൊണ്ട് ഗ്രാൻഡ് പേരൻസ് ഉണ്ട്, നമ്മുടെ പേരൻസ് ഉണ്ട്, ഒരെണ്ണത്തിനെയും ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കരുത്. കിടന്നുറങ്ങുന്ന 1.5 മണിക്കൂർ മുൻപ് നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തോ. സ്കൂൾ പറഞ്ഞാൽ മതി. റൈറ്റ്, നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഈ പറയുന്ന ഫോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് വെക്കുക. രാവിലെ തരുള്ളൂ പപ്പ അമ്മയെന്ന് പറയണം. റൈറ്റ്, അത് അവർക്കും ഹെൽപ്ഫുൾ ആണ്. റൈറ്റ്, ഉറങ്ങുന്നതിന് 1.5 മണിക്കൂർ മുൻപ് നിങ്ങളിത് ചെയ്തിരിക്കണം, മസ്റ്റാണ്. റൈറ്റ്, ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും സാറേ എന്നാണ് ഇപ്പൊ നിങ്ങളുടെ ചിന്ത. ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ ഉറങ്ങാൻ കൃത്യസമയത്ത് ഒരുപക്ഷെ പോകും. റൈറ്റ്, നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടും നിങ്ങൾ ഉണരുന്നുണ്ട്, നിങ്ങളത് അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. റൈറ്റ്, 5 തവണ 6 തവണയൊക്കെ നമ്മൾ 4 to 6 times നമ്മൾ ഉണരുന്നുണ്ട്. ഞാൻ പറയുന്ന കല്യാണരാമൻ സിനിമയ്ക്കകത്ത് ദിലീപ് എണീറ്റ് നടക്കുന്നത് നിങ്ങൾ നടക്കുന്നില്ല ഞാൻ പറയണേ. നിങ്ങൾ യക്ഷിയായിട്ടോ പ്രേതമായിട്ടോ പോകുന്നല്ല സാറ് പറയണേ. നിങ്ങൾ അറിയാതെ, അല്ലെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുന്നില്ലേ, അതിന് ഇന്റൻസിറ്റി കൂടുന്നു. റൈറ്റ്, ഒരു സിനിമ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് മുൻപ് ഒരു വീഡിയോ കണ്ടുകൊണ്ടാണ് നിങ്ങൾ കിടന്നുറങ്ങുന്നേ. ആ ഒരു 1.5 മണിക്കൂർ ആ സമയത്ത് നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. റൈറ്റ്, ആ ഒരു ഇതോടുകൂടി നിങ്ങൾ അതുപോലെ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറക്കമൊക്കെ വന്നു, ശരിയാണ്, പക്ഷേ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണരും. 45 to 50 times ആ ഒരു ലെവലിലോട്ട് തന്നെ ഫ്രീക്വൻസി പോകും. അപ്പൊ നിങ്ങളുടെ ഉറക്കം പ്രോപ്പർ ആവില്ല. നിങ്ങളുടെ നെക്സ്റ്റ് ഡേയുടെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കും. ഉറക്കം നന്നായില്ല എന്നുണ്ടെങ്കിൽ 2 ഏരിയാസിൽ നിങ്ങൾക്ക് പ്രശ്നം വരും. ഒന്ന്, നിങ്ങളുടെ മെമ്മറിനെ ബാധിക്കും. ഈ കിടന്നുറങ്ങുന്ന സമയത്ത് ബ്രെയിൻ എന്താ ചെയ്യുന്നത്? വെറുതെ ഇരിക്കുകയാണോ ചെയ്യണേ? അല്ല, പകൽ സമയത്ത് കണ്ടും കേട്ടുമൊക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ, പകൽ സമയത്ത് നിങ്ങൾ കണ്ട സംഭവങ്ങൾ, കേട്ട സംഭവങ്ങൾ, ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ച് മനസ്സിലാക്കിയ സംഭവങ്ങൾ, ബ്രെയിൻ കൺസോളിഡേഷൻ നടക്കുന്നു രാത്രി സമയത്ത്. ബ്രെയിൻ അതിൽ നിന്നും മീനിങ് ആൻഡ് പർപ്പസ് കണ്ടുപിടിക്കുന്ന സമയമാണ് ഉറക്ക സമയം. അല്ലെ, നമുക്ക് 3 തരത്തിലാണ് മെമ്മറി.
സെൻസറി മെമ്മറി, 2 ഷോർട്ട് ടൈം മെമ്മറി, 3 ലോങ് ടൈം മെമ്മറി. ലോങ് ടൈം മെമ്മറിയിലോട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യണം, ഇല്ലെങ്കിൽ കൃത്യസമയത്ത് ഓർത്തെടുക്കാൻ സാധിക്കില്ല. ലോങ് ടേം മെമ്മറിയിലേക്ക് മെമ്മറി കൺസോളിഡേഷൻ നടക്കുന്നു രാത്രി ഉറങ്ങുന്ന സമയത്ത്. അതുകൊണ്ട് ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്, നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? 1, റൈറ്റ്, മെമ്മറിനെ ബാധിക്കും, ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ വരും. 2, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി, നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം മൊത്തം തകർന്നു പോകും അല്ലെ? ഇമ്മ്യൂണിറ്റി നമുക്ക് വേണ്ട സാധനമാണോ? പ്രത്യേകിച്ച് കേരളത്തിൽ വേണം. 2 ലക്ഷത്തിന് മുകളിൽ പേഷ്യൻസ് ആയി. 3ാം തരംഗം വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഏത് നിമിഷം വരാം, തീർന്നല്ല അടുത്തതിന് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം യുവർ ഇമ്മ്യൂണിറ്റി ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ സ്ലീപ്പ് ഹൈജീൻ പ്രോപ്പർ ആണോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേ പറ്റും. റൈറ്റ്, സമയം നോക്കണ്ട കേട്ടോ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. റൈറ്റ്, വിശക്കുമ്പോൾ ഞാൻ നിർത്താം. റൈറ്റ്, ഷെഡ്യൂൾ യുവർ ഡേ. റൈറ്റ്, ടൈം മാനേജ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. റൈറ്റ്, എപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കും ടൈം മാനേജ്മെന്റ്. സമയത്തെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഇല്ല. മൾട്ടി ടാസ്കിങ് പറ്റില്ല. അപ്പൊ എന്താണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്? എന്താണ് മൾട്ടി ടാസ്ക് എന്ന് പറയുന്നത്? വി ആർ നോട്ട് ലോർഡ് മഹാവിഷ്ണു, നമുക്ക് 2 കൈയുള്ള പാവങ്ങളാണ് നമ്മൾ. അപ്പൊ എന്താണ് ടൈം മാനേജ്മെന്റ്? എന്താണ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്? ഒരുപാട് സമയം അല്ലെ, ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ടൈം മാനേജ്മെന്റും റൈറ്റ് അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ്, ഈ രണ്ട് വേർഡ്സും ഉദ്ദേശിക്കുന്നത് എന്താണ്? കില്ലിങ് യുവർ ഹാബിറ്റ് ഓഫ് പ്രൊക്രാസ്റ്റിനേഷൻ. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ you will have to identify which task is more important for you. Prioritization, work management ആണ് ശരിക്കും ടൈം മാനേജ്മെന്റ്. which one is more important for you? ഇത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഇതിന് നമുക്ക് എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ? ഉണ്ട്. ഈ ടീച്ചർമാരിൽ നിന്ന് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്ന ഒരു വലിയൊരു പ്രോസസ് ഉണ്ട്. ഈ ടീച്ചർമാര് നാളെ എടുക്കാനുള്ള ക്ലാസ് നാളെ എണീറ്റ് വന്നിട്ട് കണ്ണും തിരുമ്മി വന്നിട്ടല്ല അവർ പ്ലാൻ ചെയ്യണേ, തലേ ദിവസമേ അവർ പ്ലാൻ ചെയ്യും. റൈറ്റ്, ദേ പ്ലാൻ തിങ്സ് ഇൻ അഡ്വാൻസ്. ഇത് നമുക്ക് ടീച്ചർമാരിൽ നിന്നും കോപ്പി എടുക്കാവുന്ന സംഭവമാണ്. റൈറ്റ്, അപ്പോ നമുക്ക് അറിയേണ്ടത് നാളെയുള്ള നമ്മുടെ കയ്യിലുള്ള 24 മണിക്കൂർ സമയം. ആ 24 മണിക്കൂർ സമയം റൈറ്റ് നമുക്ക് എത്രത്തോളം നന്നായിട്ട് വിനിയോഗിക്കാൻ സാധിക്കും? ആ 24 മണിക്കൂർ സമയമാണ് ഇവിടെ ജാറായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത്. റൈറ്റ്, the jar made of glass is the 24 hours of time you have for tomorrow. അതിൽ എന്ത് ഫില്ല് ചെയ്യും അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി, നിങ്ങളുടെ എഫക്റ്റീവ്നെസ്. So what will you fill inside the jar? I'll give you 3 things. Number 1 is rocks, big rocks. ആ ജാറിനുള്ളിൽ കൊള്ളാവുന്ന വലുപ്പത്തിലുള്ള റോക്സ്. 2 pebbles. 3 sand. What are these? Right? Jar, I told you, it is a time you have for tomorrow, 24 hours. ഇത് പല അർത്ഥത്തിലും പറയാം. It can be even taken as your life, whatever it is. അതിൽ നമുക്ക് ഡെഫിനറ്റ്ലി എല്ലാ ദിവസവും പ്രയോറിറ്റീസ് ഉണ്ട്. The most important thing you have to do for tomorrow, these are the rocks. Next is the urgencies. Small task, but they are not very important like the priorities. Third is distraction. Leisureന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സംഭവം. റൈറ്റ്, സോ ഹൈപ്പോത്തറ്റിക്കലി നമുക്ക് നാളത്തെ ഒരു പ്ലാനിങ് നടത്തി നോക്കാം. അപ്പൊ ഞാൻ 3 ഓപ്ഷൻസ് നിങ്ങൾ തരാം. നിങ്ങൾ പറയൂ ആദ്യമേ ഏതാണ്, ഇതിൽ ഏതാണ് റോക്ക് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നാളെ ഉണ്ട്. കൂട്ടുകാരുടെയോ കേക്ക് ഒക്കെ വാരി മുഖത്ത് തൂക്കുന്ന പരിപാടിയില്ലേ? പണ്ടൊക്കെ ബർത്ത്ഡേ എന്ത് ഭംഗിയായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത്. ഇപ്പൊ എനിക്ക് അറിയില്ല, ഐ ഡോണ്ട് നോ വാട്ട് ഓൾ തിങ്സ് ആർ ഹാപ്പനിങ്. റൈറ്റ്, ആ മെഴുകുതിരി ഇപ്പോഴും കത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ കേക്ക് എടുത്ത് നിങ്ങൾ എന്തൊക്കെ കാണിക്കണം, ഐ ഡോണ്ട് നോ. Right, so you have your friend's birthday celebration tomorrow. Second, you have an assignment to be submitted to your teacher. Third, you have an exam for tomorrow. 1 കൂട്ടുകാരിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. 2 നിങ്ങളുടെ ടീച്ചറെ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറഞ്ഞ അസൈൻമെന്റ്. 3 നാളെ നിങ്ങൾക്കൊരു എക്സാം ഉണ്ട്. 1, 2, 3. ഇതിൽ റോക്ക് ഏതാന്ന് പറയാമോ? Can you comment in the chat box? The most important activity, the most important area where you will focus more of your energies. അവിടെയാണ് പ്രയോറിറ്റൈസേഷൻ നടക്കേണ്ടത്. എവിടെയായിരിക്കും എന്ന് പറഞ്ഞേ? ആ ഉറക്കത്തിന്റെ ആ സമയത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത ആ ഒരു സ്പീഡ് ഇവിടെ കാണുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാം എക്സാം ആണ്, അതിനോട് വലിയ താല്പര്യമില്ല. Right, you're right. Oh, I'm mistaken. You're giving me better response compared to last time. Right, so we all know that. Thank you very much. God bless you all. Right, apo the most important thing for tomorrow is a rock, is your exam. The second is a pebble. The second is a assignment. Third is what we call as a sand. The least important distraction, something we do for leisure. What is it? Your friend's birthday celebration. ഇത് വേറെ ഒരു കോൺസെപ്റ്റിലും പറയുന്നുണ്ട്. പിക്കിൾ ജാർ തിയറി എന്നൊക്കെ പറയും.
ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റ് ആണ് പിക്കിൾ ജാർ തിയറി, റൈറ്റ്? അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്, റൈറ്റ്? അപ്പൊ മനസ്സിലാക്കി വെക്കണം, 80/20 എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. പാരേറ്റോ പ്രിൻസിപ്പിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 80/20 പ്രിൻസിപ്പിൾ, റൈറ്റ്? 80% of what you do every single day, 20% of what you do every single day gives you 80% of results. ആ 20% കണ്ടുപിടിക്കുക, അതിലാണ് നമ്മുടെ സ്മാർട്ട്നെസ് ഇരിക്കുന്നത്, റൈറ്റ്? 20% of what you do every day determines 80% of your outcome. ഇത് ഏത് കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയാലും ശരിയായിരിക്കും. പാരേറ്റോ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്, 80/20 പ്രിൻസിപ്പിൾ. ടൈം മാനേജ്മെന്റിൽ നമ്മൾ എപ്പോഴും പറയാനുള്ള സംഭവമാണ്, റൈറ്റ്? വാട്ട് അതർ തിങ്സ് യു വുഡ് ലവ് ടു ഡു, റൈറ്റ്? ഞാൻ പറഞ്ഞു മൾട്ടി ടാസ്കിന് പോകരുത്, റൈറ്റ്? പ്രയോറിറ്റൈസ്, ഗോ ഫോർ വൺ തിങ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം. Our brains are designed to focus on one thing at a time. You can practice something what we call as a Pomodoro technique. ഇത് ഒരുപാട് പേരുടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് അവർ പറയും സാറേ ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നാണ് ഒരുപാട് പേര് പറയുന്നത്. ബട്ട് വെൻ യു ഡു സംതിങ് ഫോർ ഫസ്റ്റ് ടൈം അത്ര എഫക്റ്റീവ് ആണെന്ന് നിർബന്ധമില്ല, റൈറ്റ്? സയന്റിഫിക്കലി പ്രൂവൺ, റൈറ്റ്? സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവൺ Pomodoro technique that can be used by you when you are studying something. പഠിക്കാനിരിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു സംഭവമാണ് Pomodoro, right? You give your complete focus attention onto something. Let that activity at this point of time be studying. 25 minutes of time with full attention you focus on your studies. At the 25th minute an alarm should ring. ഫോണിൽ അല്ല അലാറം അടിക്കുന്നത് കേട്ടോ, ഫോൺ മാറ്റി വെച്ചോളാം, ഫോൺ നമ്മുടെ മുറിയിലേ ഇല്ല, right? At the 25th minute the alarm, the bell rings. Time piece set ചെയ്ത് വെച്ചാൽ മതി. ടൈം പീസ് ഉണ്ടാവില്ല ചെറുത് വീട്ടിൽ, ഇല്ലെങ്കിൽ മേടിച്ചോ, it's not very costly, right? And then you take a 5 minutes of break. അങ്ങനെ നിങ്ങൾ 4 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഒരു തക്കാളി നമ്മൾ 4ആയിട്ട് മുറിക്കുന്ന അവസ്ഥയാണ്. when you do it 4 times ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. And then you take a longer break. അത് 15 മിനിറ്റോ 20 മിനിറ്റോ അരമണിക്കൂറോ 1 മണിക്കൂറോ അത് നിങ്ങളുടെ ഇഷ്ടം. ഇനീഷ്യലി ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഒരു വീഴ്ചകളൊക്കെ പറ്റും. കാരണം എന്താ, അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് നമുക്കിപ്പോ 5 മിനിറ്റോ 6 മിനിറ്റോ ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഈ 25 മിനിറ്റ്സ് ആ ഒരു ഇതിലോട്ട് എത്തണം, റൈറ്റ്? അപ്പൊ നമ്മുടെ എൻ പർപ്പസ് എന്ന് പറയുന്നത് 25 മിനിറ്റ്സ് ഒന്നുമല്ല. പഠിക്കാനിരിക്കുന്ന സമയത്ത് 1 hour ഓഫ് അൺഇന്ററപ്റ്റഡ് അറ്റൻഷൻ. നമ്മുടെ ലക്ഷ്യം അതാണ്. പഠിക്കാനിരിക്കുന്ന സമയത്ത് 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ പഠിക്കുക എന്നുള്ള ആ സ്റ്റേജിലോട്ടുള്ള ഒരു തുടക്കമാണ് Pomodoro ടെക്നിക്. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, റൈറ്റ്? പ്രിപ്പയർ യുവർ സെൽഫ് ബിഫോർ യു അറ്റൻഡ് ദ ക്ലാസ്. നിലവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ബോറടിയാ അല്ലെ? ബോറടിക്കുന്നു എന്നാണ് പലരും പറയണേ. ബോറടി മാറ്റാൻ എന്ത് ചെയ്യണം? ക്ലാസ് കുറച്ചും കൂടി നമുക്ക് രസകരമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ടീച്ചറിനോട് ചോദിക്കണം. എന്ത് ചോദിക്കണം? നാളെ ടീച്ചർ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏതാണ് ചോദിക്കണം. അവർ ചിലപ്പോൾ പേടിച്ചു പോകും. നീ തന്നെയാണോ ഇവിടെ ഇതെന്നൊക്കെ ചോദിക്കും. എന്നാലും ചോദിക്കണം, മനസ്സിലാക്കണം. ചിലപ്പോൾ അവര് സന്തോഷം കൊണ്ട് കണ്ണുനീരൊക്കെ വരും, എന്നാലും ചോദിക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ സബ്ജക്റ്റിലുള്ള ആ വിഷയത്തിലുള്ള ആ ടോപ്പിക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ പേജസിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഒന്ന് വായിച്ചിട്ട് പോണം. വേറെ മെത്തേഡ്സ് ഉണ്ട്. ആ ടോപ്പിക് എന്താണെന്ന്, ഉദാഹരണം ഫോട്ടോസിന്തസിസ്, റൈറ്റ്? അതൊക്കെ ചെറിയ ക്ലാസ്സിലാണ്, 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്, right? Whatever it might, I'm just giving an example, right? Your teacher will cover this topic tomorrow. What can you do? Right? You can read those pages from the textbook. Second, what can you do? You can search on YouTube. Whatever is that concept, I'm pretty much sure within the first 10 results you get, you will identify some 2-3 videos which are very meaningful, right? അപ്പോൾ 2-3 വീഡിയോസ് ഒന്ന് കയറി കാണുക. ഇല്ലെങ്കിലോ, right, you can discuss with like-minded people. അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. Or you do a random search on Google Bhagavan. Google Bhagavan will give you 2-3 links, right? It might be an article about something. It might take you to a new website. Technology properly use ചെയ്ത ഒരു കുഴപ്പമില്ല, right? You have such abundance of information. ഏത് വായിക്കുന്നത് കൺഫ്യൂഷൻ ആയിപ്പോ. ഡിസ്കഷൻ ഫോറംസിലൊക്കെ വരുന്ന കുറച്ച് നമ്മൾ ഈ പഠിക്കുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ സിംപ്ലിഫൈ ചെയ്ത് അല്ലെ, നമ്മൾ ഒരു 3-4 പേജ് ഒക്കെ വായിക്കുന്ന കമ്പയർ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഓരോ സംഭവങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരുപാട് പ്രൊഫഷണൽ യൂട്യൂബ് എഡ്യൂക്കേഷണൽ പേജസ് ഉണ്ട്, റൈറ്റ്? വെബ്സൈറ്റ്സ് ഉണ്ട്, ഡിസ്കഷൻ ഫോറംസ് ഉണ്ട്. അവിടെയൊക്കെ പോയി വായിക്കാം. അപ്പൊ നമുക്ക് നാളെ ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്ന വിഷയത്തിന്റെ എല്ലാം മനസ്സിലാവോ? ഇല്ല, 15-20% മനസ്സിലാവും. ബാക്കി 80% എവിടെ പോയി?
ബാക്കി 80% ഒരിടത്തും പോയിട്ടില്ല. നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങളായി കിടക്കും. If you have questions in your mind, the next day when your teacher comes to take classes online, you will automatically listen to your teacher. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നേ പറ്റൂ. കേട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി മാറി ശ്രദ്ധയിലോട്ട് വരും. റൈറ്റ്? സോ you are very curious to know. നമ്മുടെ മനസ്സ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. If I have a question in my mind, I need answers at the earliest for all my questions. So automatically you will get started listening to your teacher. നോട്ട് എഴുതിയെടുക്കുന്ന സമയത്ത് യു ക്യാൻ പ്രാക്ടീസ് എ കോർണൽ മെത്തേഡ് ഓഫ് നോട്ട് മേക്കിംഗ്. കോർണൽ മെത്തേഡ് എന്ന് പറയും. എന്താണ്? നിങ്ങളുടെ നോട്ട്ബുക്കിലെ പേജ് 3 ഡിവൈഡ് ചെയ്യണം. റൈറ്റ്? ഈ വലത് ഭാഗത്ത് കാണുന്ന ഈ സ്ഥലത്താണ് ഞാൻ പറയുന്ന റഫ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താട്ടോ. റൈറ്റ്? റഫ് നോട്ട്സ് ആണ് പിന്നെ നിങ്ങൾ ഫെയർ നോട്ട്സ് ആക്കി മാറ്റുന്നത്. ഈ റഫ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഡിവൈഡഡ് ഇൻടു 3 areas. Towards the right part you scribble the ideas given by the teacher. Right? You scribble, you write down your ideas here towards the right. After the class gets over, please read the notes you have written and then you make a gif of it. അതിനൊരു ബ്രീഫ്, അതിന്റെ മെയിൻ പോയിന്റ്സ് ഒക്കെ ഇടത് ഭാഗത്ത് നിങ്ങൾ എഴുതി വെക്കണം. റൈറ്റ്? ഈ 2 പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള ഒരു സമ്മറി ഉണ്ട് അല്ലേ? എന്ത് കോൺസെപ്റ്റ് ആണെങ്കിലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് എഴുതാനാണ്. റൈറ്റ്? ആ സെൽഫ് നോട്ട്സ് കൊണ്ടാണ് പലരും പരീക്ഷ ജയിച്ചു പോണത്. റൈറ്റ്? ടീച്ചർ നമുക്കൊരു നോട്ട് തരും, or you copy a note from your friend, but you have your own ways of scripting a sentence. You have your own level of understanding. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് താഴെ സമ്മറി ആയിട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. കോർണൽ മെത്തേഡ് ഓഫ് റൈറ്റിംഗ്. ഒന്നുകൂടി പറയാം. your sheet of paper, your notebook, you divide into 3 parts. Towards the right, you please keep on writing what all things your teacher is telling you. For this, you might need a bigger notebook. Right? ക്ലാസ്മേറ്റിനൊക്കെ നല്ല വലുപ്പമുള്ള ഒരു നോട്ട്ബുക്ക് മേടിക്കുവാണെങ്കിൽ നല്ലതാണ്. കാരണം അവിടെ എഴുതാനുള്ള സ്പേസ് നിങ്ങൾക്ക് കിട്ടും. റൈറ്റ്? ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഓഫ് ഇറ്റ്, ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ ക്ലാസ്, പ്ലീസ് സ്ക്രിബിൾ ദ മെയിൻ ഐഡിയാസ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ഈ കാണുന്ന ഏരിയ. റൈറ്റ്? ടുവേർഡ്സ് ദ എൻഡ്, ആഫ്റ്റർ യു ഹാവ് അണ്ടർസ്റ്റുഡ് എവറിത്തിങ്, പ്ലീസ് സ്ക്രിബിൾ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങളുടേതായിട്ടുള്ള സമ്മറി താഴെ എഴുതണം. റൈറ്റ്? ലെറ്റ് us move forward. സ്കെച്ച് നോട്ടിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് വലിയ ക്ലാസ്സിലൊക്കെ നമ്മളിപ്പം 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ്സിലൊക്കെ സയൻസിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ്. റൈറ്റ്? സയൻസ് നല്ല ഏത് സബ്ജക്റ്റിലും അല്ലെ? ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുന്ന നിങ്ങൾ എഴുതിയെടുക്കുന്നതിന് പകരം ടീച്ചർ പറയുന്ന ആശയം വരച്ചെടുക്കുന്നു. ബ്രെയിൻ റൈറ്റിംഗ് അല്ലെങ്കിൽ സ്കെച്ച് നോട്ടിംഗ് എന്ന് പറയും. ഒരു പക്ഷേ നിങ്ങളുടെ ഡയഗ്രാം കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ചിരി വന്നേക്കാം, എന്നാലും നിങ്ങൾ ഇത് ചെയ്യണം. ബിക്കോസ് ദർ ഇസ് സം ഫൺ ഇൻവോൾവ് ഇൻ ഡൂയിങ് ഇറ്റ്. വെൻ യു സ്കെച്ച് സംതിങ്, ഇറ്റ് ഈസ് ആക്ച്വലി ബിൽഡിംഗ് ഡീപ്പർ ട്രേസസ് ഇൻ യുവർ മെമ്മറി. നിങ്ങൾ അത് ഒരിക്കലും മറന്നു പോകില്ല. റൈറ്റ്? അപ്പോൾ സ്കെച്ച് നോട്ടിങ് ട്രൈ ചെയ്യണം. എന്താണത്? എഴുതുന്നതിന് പകരം വരച്ചെടുക്കുന്നു. There is a bit of fun involved and it boosts your memory. Right? Participate and ask questions. അല്ലേ? വീഡിയോ നിങ്ങൾ ഓൺ ആക്കിയില്ലെങ്കിലും നിങ്ങളുടെ ടീച്ചർമാർ വീഡിയോ ഓൺ ആക്കിക്കോളും. അപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. വേറെ ക്ലാസ്സിലൊക്കെ ഞാൻ പറയുന്നത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ടീച്ചറിന്റെ ക്ലാസ് വീഡിയോ ഓൺ ആയി അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് കോമൺ സെൻസിന്റെ ഭാഗമാണ്. പല സ്കൂളിൽ ഞാൻ പറഞ്ഞേക്കണേ. ഇവിടെ എനിക്ക് അങ്ങനെ കംപ്ലൈന്റ് ഇല്ല. ബിക്കോസ് ഐ എം വെരി കോൺഫിഡന്റ്. ദേ ട്രാക്ക് യു സോ വെൽ. റൈറ്റ്? അപ്പോ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഇവരെന്താ ഇങ്ങനെ, ഇവർ ഇത്ര ഡിസിപ്ലിൻഡ് എന്തുകൊണ്ടാ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒന്നും മനസ്സിലാവില്ല. യു വിൽ ഫൈൻഡ് മീനിങ് ഇൻ എവറിത്തിങ് ആഫ്റ്റർ യു പാസ് ഔട്ട് ഫ്രം ദ സ്കൂൾ. എ വെൽ ഡിസിപ്ലിൻഡ് സ്കൂൾ വിൽ എവറി ടൈം കം ഔട്ട് വിത്ത് ചിൽഡ്രൻ ഹു ആർ വെൽ ഡിസിപ്ലിൻഡ് ഇൻ ലൈഫ് ആസ് വെൽ. നിങ്ങൾ അറിയാതെ നിങ്ങളിലോട്ട് ഒരുപാട് ഇൻടാൻജിബിൾ ആയിട്ടുള്ള ഒരുപാട് നന്മകൾ നമ്മുടെ സ്കൂളിന്റെ ഭാഗമായതുകൊണ്ട് മാത്രം കിട്ടുന്നു. റൈറ്റ്? ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പാർട്ടിസിപ്പേറ്റ് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. റൈറ്റ്? Bring a hearty smile on your face. Right? Teacher needs motivation to take a class. Teacher ഒരു ദിവസം ഒരു ക്ലാസ് അല്ല എടുക്കണം. ആ ടീച്ചർക്ക് മോട്ടിവേഷൻ കൊടുക്കണം. അവർക്ക് പൈസയൊന്നും കൊടുക്കണ്ട. റൈറ്റ്? മുഖത്ത് നല്ല ചിരി. റൈറ്റ്? നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പോൾ the more difficult questions you ask, the teacher will also be more prepared. She'll come the next day prepared with more answers, more ideas. Right? So please encourage, support your teacher. Don't make her handicapped. Support her with your enthusiasm to listen to the teacher. Right? ശ്രദ്ധയാട്ടാ വേണ്ടേ? കേട്ടിരിക്കരുത്. റൈറ്റ്? ആസ്ക് ക്വസ്റ്റ്യൻസ്. 2 തരത്തിലുള്ള പേടിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും ടാസ്ക് ചെയ്തു കഴിഞ്ഞാൽ തോറ്റു പോകുന്നുള്ള പേടി. 2, ചോദിക്കുന്ന ഒരു കാര്യം തെറ്റിപ്പോകുമെന്നുള്ള പേടി. പറയുന്ന കാര്യം തെറ്റിപ്പോകുമെന്നുള്ള പേടി. A person who asks a question remains a fool for 5 minutes inside the class. Others will remain fools forever. അതാണ് കോൺസെപ്റ്റ്. അതുകൊണ്ട് ചോദ്യം ചോദിക്കുക. റൈറ്റ്? നിങ്ങളുടെ ചോദ്യം ഒരു തെറ്റായ there is nothing like a wrong question എന്നാണ്.
അപ്പൊ ടീച്ചേഴ്സും എല്ലാം ഒരിക്കലും ഒരു ടീച്ചർ നിന്റെ ചോദ്യം എന്ത് ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നില്ല. മറുചോദ്യം വരില്ല ടീച്ചറിന്റെ ഭാഗത്ത്. ടീച്ചർ വിൽ ഓൾവേസ് അപ്രീഷിയേറ്റ് യു. അതുകൊണ്ട് നല്ല ചോദ്യങ്ങൾ ചോദിക്കാം, ടീച്ചർമാരെ വെള്ളം കുടിപ്പിക്കുക, നല്ല റിസർച്ച് ഒക്കെ നടത്തി പോവുക. റൈറ്റ്, എന്തെങ്കിലും ഒരു പണി നമുക്ക് ചെയ്യണ്ടേ. റൈറ്റ്, സോ ഓൾ ദീസ് തിങ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. റിവൈസ് ആൻഡ് പ്രാക്ടീസ് വാട്ട് യു ഹവ് റെഡ് ഓൺ ദ വാട്ട് യു ഹവ് ലേൺഡ് ഓൺ ദ സെയിം ഡേ. നമുക്ക് ഈ സ്കൂളിന്റെ ഫൈനൽ എക്സാം ഒക്കെ വരുന്നതിന് മുൻപ് നമുക്ക് സ്റ്റഡി ലീവ്സ് ഉണ്ട്. സ്റ്റഡി ലീവ്സ് ശരിക്കും അത് പഠിക്കാനുള്ള സമയമല്ല, റിവിഷൻ നടത്താനുള്ള സമയം. അതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് ഒരു ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരുന്നാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി, യു ഹവ് ഗോട്ട് 100% ക്ലാരിറ്റി അബൌട്ട് വാട്ട് ദ ടീച്ചർ ഡിസ്കസ്ഡ്. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അത് റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 50% കാര്യങ്ങളും നിങ്ങളുടെ മെമ്മറി ഇത് പോകും. 50% വിത്തിൻ 24 hours. ഒരു ദിവസം കൊണ്ട് പകുതി പോയി. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ അവസ്ഥ? ഒരു മാസം കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ അവസ്ഥ? റൈറ്റ്, അപ്പൊ അത്രത്തോളം നമുക്കിത് ഡിഫിക്കൽട്ട് ആണ്. റൈറ്റ്, ബട്ട് ഇഫ് യു റീഡ് ഇറ്റ് ഓൺ ദ സെയിം ഡേ, റൈറ്റ്, പിന്നെ നിങ്ങൾക്ക് അത് റിവിഷൻ നടത്താൻ വെറും 15 മിനിറ്റ് മതിയാവും. പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി 10 മിനിറ്റ്. പരീക്ഷ എടുത്തു വരുന്ന സമയത്ത് 5 മിനിറ്റ് വെറുതെ ഒന്ന് സ്കാൻ ചെയ്ത് വിട്ടാൽ മതി. റൈറ്റ്, അപ്പൊ അതുകൊണ്ട് റിവൈസിങ് വാട്ട് യു ഹവ് ലേൺഡ് ഓൺ ദ സെയിം ഡേ ഇസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ലെറ്റ് മീ ടേക്ക് 1 minute of time. Let me revise and let me summarize what all things we have learned. Right, ഒന്ന് റീക്യാപ്പ് ചെയ്യാണ്. ഈ വിശപ്പ് സഹിക്കാൻ പാടില്ലാതിരിക്കുന്നവരോട് റിവിഷൻ കൂടി പറയണ്ടേ. റൈറ്റ്, അപ്പോൾ തുടക്കം ഇവിടെയാണ്. നമ്മുടെ മുറി, to what extent it is organized, that is going to make a huge lot of difference. Handling, mobile phone addiction, ക്ലാസ് കഴിഞ്ഞിട്ടും കയ്യിലിരിക്കുന്ന പ്രശ്നമാണ്. ബോംബ് പൊട്ടാതെ നോക്കണം. Right, what to do we discussed. Gaming addiction ഉണ്ടോ ഇല്ലയോ എങ്ങനെ കണ്ടുപിടിക്കാം. റൈറ്റ്, തോട്ട്സ് ഇൻ ദ മൈൻഡ്, ഈ കുരങ്ങനെ മറന്നു പോരുത്. റൈറ്റ്, ഇത് നിങ്ങളുടെ മനസ്സാണ്. റൈറ്റ്, വി ഡിസ്കസ്ഡ് സം കേസ് സ്റ്റഡി. റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്ത് അതിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഈ ന്യൂസ് പേപ്പർ എന്നുള്ള കട്ടിങ്സ് ഒക്കെ എടുത്ത് വെച്ചത്. റൈറ്റ്, ഈക്വലി ആട്ടോ. റൈറ്റ്, ഫ്രീ ഫയർ ഗെയിമിനെ കുറിച്ച് പറയാം. ഗെയിം കളിക്കാനുള്ള മോട്ടിവേഷൻ, വയലന്റ് വീഡിയോ ഗെയിമിന്റെ ഇമ്പാക്ട്. റൈറ്റ്, അതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം. റൈറ്റ്, ഇത് പിന്നെ നിങ്ങൾ ഒരിക്കലും മറന്നുപോലെന്ന് എനിക്കറിയാം. സ്ലീപ്പ് ഹൈജീൻ, ഉറക്കത്തിന്റെ പ്രസക്തി. റൈറ്റ്, അവിടെ നിങ്ങൾ അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. റൈറ്റ്, സമയം, നിങ്ങളുടെ മുൻപിലുള്ള നാളെ എന്ന് പറയുന്ന ദിവസം പ്ലാൻ ചെയ്യാൻ എളുപ്പമല്ല. ഓർത്തിരിക്കണം, റോക്സ്, പെബിൾസ് ആൻഡ് സാൻഡ്, ഇതെല്ലാ ദിവസവും ചെയ്യണം. നാളെയുള്ള റോക്സും പെബിൾസും സാൻഡും കണ്ടുപിടിക്കും. റൈറ്റ്, മൾട്ടി ടാസ്കിങ്ങിന് പോരുത്. പോമോഡോറോ ടെക്നിക്, പ്രിപ്പയർ യുവർ സെൽഫ്, ഇത് മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം കേട്ടോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, സാറ് ഞങ്ങൾക്ക് ഇതിനെവിടെയാ സമയം കണ്ടെത്തിയേ പറ്റൂ. റൈറ്റ്, നമുക്ക് ക്ലാസ് കുറച്ചും കൂടി എന്റർടൈനിങ് ആക്കണ്ടേ. റൈറ്റ്, നമ്മുടെ the efforts of all the teachers should bear fruits. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്നേ. റൈറ്റ്, സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് എല്ലാം ചെയ്തോളും, നിങ്ങൾ അങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. റൈറ്റ്, സോ പ്രിപ്പയർ യുവർ സെൽഫ്. എന്തൊക്കെ ചെയ്യാം? ഒന്ന് വായിച്ചിട്ട് പോവാം, യൂട്യൂബിൽ സെർച്ച് ചെയ്യാം, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ഡിസ്കഷൻ ഫോറംസിൽ ഇത് ചെയ്യാം. റൈറ്റ്, ഓൾ ദോസ് ഓപ്ഷൻസ് യു ഹാവ്. കോർണൽ മെത്തേഡ് ഓഫ് നോട്ട് മേക്കിംഗ്, sketch noting or brain writing. Participate, ask questions. Let us not be worried about whether the question is wrong. Right? Your teacher will always appreciate every single question of yours. Right? Revise and practice what you have learned on the same day. So with that, I wind up my class. So that was great listening to you. You have any questions, you can ask me. Or we'll utilize some time for feedback also. കാരണം കുട്ടികളുടെ കൂടെ പേരൻസ് കൂടി ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് I pass the mic back to the director, sir. He can decide what should be the next process. So thank you very much for this opportunity. ഉറക്കം വന്നോന്ന് എനിക്ക് അറിയില്ല. ഞാൻ എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് I see when the school is responsible, എൻ്റെ ഭാഗത്ത് നിന്ന് റെസ്പോൺസിബിൾ ഓട്ടോമാറ്റിക്കലി വന്നതാണ് കേട്ടോ. റൈറ്റ്, സോ താങ്ക് യു വെരി മച്ച് ഫോർ അഗെയിൻ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് മീ. I pass the mic back to the school. Thank you so much, Prasid sir. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രസാദ് സാറിനോട് ചോദിക്കാം. പിന്നെ ഡൗട്ട് അല്ലെങ്കിൽ തന്നെ ഫീഡ്ബാക്ക് ആയിട്ടും സാർ പറഞ്ഞ പോലെ പറയാം. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് എന്താണെന്ന് പുതുതായിട്ട് നിങ്ങൾ പഠിച്ചത്, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ കുടിച്ചിട്ട ഒരു കാര്യം എന്താണെന്ന് അതും പറയാം. അപ്പൊ നിങ്ങൾക്ക് റേസ് ഹാൻഡ് ഓപ്ഷൻ ഉപയോഗിക്കാം. എന്നിട്ട് ഞാൻ അൺമ്യൂട്ട് ചെയ്യാം, സാറിനോട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാം. ജസ്റ്റ് യൂട്ടിലൈസ് ദ ടൈം. വിശന്നിരിക്കുകയല്ല, ചോദ്യങ്ങൾ ചോദിക്കാം, അഭിപ്രായങ്ങൾ പറയാം. വിശപ്പ് എല്ലാവർക്കും ഉണ്ട്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്.
സാറിന്റെ ഇന്ന് 4ാമത്തെ സെഷനാണ് ഇന്ന് നമ്മുടെ ഈ സെഷനോട് കൂട്ടി. എന്നിട്ട് സാറ് ഫുൾ എനർജറ്റിക് ആയിട്ടിരിക്കുന്നു, നമ്മളെല്ലാം ഉറങ്ങിയിരിക്കാം അല്ലെ. ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്ലീസ് യൂസ് ദ റൈസ് ഹാൻഡ് ഓപ്ഷൻ. അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ആയിട്ടാണെങ്കിലും പറഞ്ഞെങ്കിൽ എന്തെങ്കിലും പഠിച്ച കാര്യങ്ങൾ, പുതുതായിട്ട് മനസ്സിലാക്കിയ കാര്യം അതുതായിട്ട് പറയാം. ഒബ്സർവേഷൻ പറഞ്ഞാൽ മതി. റൈറ്റ്, വാട്ട് എൽസ് യു നീഡ് ഇൻസൈഡ് എ ക്ലാസ്. ഇങ്ങനെയുള്ള ക്ലാസ്സിൽ എന്തൊക്കെ ആഡ് ചെയ്യാമായിരുന്നു അത് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. സോ ഇറ്റ് ക്യാൻ ബി criticism also, no problem. So I'm perfectly okay with that. ആരും അനങ്ങുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയൂ. പേരൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത് സാറേ, നമുക്ക് ഈ പേരൻസിനോട് കൂടെയാണ് നമ്മൾ ഈ കുട്ടികളുടെ ഈ ഇന്റർനെറ്റ് യൂസേജ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, പിള്ളേർക്ക് അത്ര വലിയ താല്പര്യമുള്ളതല്ല ഞാൻ പറയുന്നത്, എന്നാലും നമുക്ക് ഈ വിൻഡോസ് പേരന്റൽ കൺട്രോൾ ആപ്പ് അത് ഡൗൺലോഡ് ചെയ്യുന്നൊരു വീഡിയോ കേരള പോലീസിന്റെ സൈബർ ഡോമിന്റെ യൂട്യൂബ് ചാനൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈറ്റ്, അപ്പൊ അത് ഒന്ന് ഷെയർ ചെയ്യാം, ഞാൻ സാറിലോട്ട് ഷെയർ ചെയ്യാം. 2 ഗൂഗിൾ ഫാമിലി ഫോർ പേരൻസ് ആൻഡ് ഗൂഗിൾ ഫാമിലി ഫോർ ചിൽഡ്രൻ. ഈ ആപ്ലിക്കേഷൻസ് നമുക്ക് പേരൻസ് ഡൗൺലോഡ് ചെയ്ത് അവരുടെ ഫോണിലും കുട്ടികളുടെ ഫോണിലും ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ചെക്ക് ദ ഇന്റർനെറ്റ് യൂസേജ് ഓഫ് ചിൽഡ്രൻ. ഈ 2 വീഡിയോസ് ഞാൻ ഐ വിൽ ഷെയർ ദിസ് വിത്ത് സന്ദീപ് ജി ഓർ വിത്ത് ആകർഷ്. റൈറ്റ്, or I can share it directly with you. From there you can pass this to the class teachers. Class teachers വഴി പേരൻസിലോട്ട് എത്തും. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. റൈറ്റ്, സോ we can think about that as well. So that also will share with you. Sure sir. Yeah, thank you. ഓക്കെ, അപ്പം ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല? അല്ലെങ്കിൽ സാറിന്റെ ഇതിൽ ഫീഡ്ബാക്ക് ആയിട്ടൊന്നും പറയുന്നില്ല? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ലാസ്റ്റ് പാർട്ടിലോട്ട് കിടക്കാം. എന്തായാലും ഇനി നമുക്ക് എല്ലാ മന്തിലും ഓരോ സെഷൻസ് ഉണ്ട്. അപ്പൊ ഓരോ സെഷൻസിലും നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നാണ് അതിന്റെ പർപ്പസ്. പിന്നെ ലെറ്റ്സ് മൂവ് ടു ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ സെഷൻ. ഐ ഇൻവൈറ്റ് ജയശ്രീ ടീച്ചർ, ദ HOD ഓഫ് ഹിന്ദി ഡിപ്പാർട്ട്മെന്റ്, ഫോർ ദ വോട്ട് ഓഫ് താങ്ക്സ്. സർ, ഏവർക്കും എന്റെ നമസ്കാരം. ഏവരുടെയും അനുവാദത്തോടെ എന്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. എല്ലാവർക്കും വളരെ പ്രചോദനാത്മകരമായ ഒരു സെഷനാണ് ഇവിടെ പ്രസിദ് പ്രസാദ് സാർ നടത്തിയത്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം വളരെ പേരൻസിനും കുട്ടികൾക്കും ഒരുപോലെ തന്നെ അറിവ് പകരുന്ന ആ മൊബൈൽ ഫോണിന്റെ യൂസിനെ കുറിച്ചും അത് കൂടുതൽ സമയം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ആ ദോഷവശങ്ങളെ കുറിച്ചും വളരെ രസകരമായ രീതിയിൽ തന്നെയാണ്, ഒട്ടും നമുക്ക് ബോറടി തോന്നിക്കാത്ത രീതിയിൽ വളരെ രസകരമായി തന്നെ അദ്ദേഹം അത് നമുക്ക് വിശദമാക്കി തന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ലഭിക്കും എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. അത്രയ്ക്ക് വളരെ അറിവാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മുടെ ലോക്ക്ഡൗൺ ബ്ലൂംസ്. അപ്പൊ നമുക്ക് ആ ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്തു തന്ന, ഇത്രയും അറിവ് പകർന്ന, ഇത്രയും പ്രചോദനം നൽകിയ സാറിന് ഞാൻ ആദ്യമായിട്ട് എന്റെ നന്ദി അറിയിക്കുകയാണ്. കാര്യം ഈ പാൻഡമിക് സിറ്റുവേഷനില് വീട്ടിൽ തന്നെ കഴിയുന്ന കുട്ടികളാണ്. അപ്പൊ അവർക്ക് കൂടുതൽ സമയം അവരുടെ കയ്യിൽ മൊബൈൽ ആണെന്ന് പേരൻസിന് ഭയങ്കര ഒരു പരാതിയുള്ള ഒരു കാര്യമാണ്, നോട്ട്സ് എഴുതാനും അതിനുമൊക്കെ. അപ്പൊ സാറിന്റെ ആ അറിവ് വെച്ച്, സാറ് നൽകിയ ആ അറിവ് വെച്ച് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യാം. ഇനി അടുത്ത് നമുക്കായി ഈ വേദി ഒരുക്കി തന്ന, ഈ അറിവിലേക്ക് നമ്മെ നയിച്ചു കൊണ്ടുപോയ, ഈ അറിവിലേക്ക് നമുക്ക് അറിവിന്റെ ജാലകം നമുക്ക് തുറന്നു തരുന്ന നമ്മുടെ ഡയറക്ടർ സർ ജിജോ സാറിന്, അതിന് കാരണഭൂതനാകിയ ഒരു വലിയ ഒരു വ്യക്തിത്വം അതിന് പിന്നിലുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വഴികാട്ടിയും മാനേജരുമായ ശ്രീ ജോർജ് സാറിനും ഡയറക്ടർ ജിജോ സാറിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ സ്കൂളിനെ, നമ്മളെ ഏവരെയും മുന്നോട്ട് നയിക്കുന്ന 2 വ്യക്തിത്വങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളും
വൈസ് പ്രിൻസിപ്പൽ സാറും രണ്ടുപേരെയും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനി നമ്മുടെ സ്കൂൾ ധാരാളം ഇനിഷ്യേറ്റീവ്സ് എടുക്കാറുണ്ട്. നമ്മുടെ ഡയറക്ടർ ധാരാളം ഇനിഷ്യേറ്റീവ്സ് എടുക്കാറുണ്ട്. അതെല്ലാം ഒരു നല്ല വിജയമായി തന്നെയാണ് തീരുന്നത്. അതൊരു വിജയമാകണമെങ്കിൽ നമ്മുടെ പേരൻസിന്റെയും കുട്ടികളുടെയും പങ്കാളിത്തമാണ് അതിൽ നിന്ന് നമുക്ക് ആ വിജയത്തിന്റെ പിന്നിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു സെഷനും വളരെ വലിയ ഒരു വിജയം തന്നെയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടത്ര അറിവുകൾ അതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കുറെ കൂടി മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് സാറിനോട് എന്തെങ്കിലുമൊക്കെ ഒന്നുകൂടി ചോദിക്കാമായിരുന്നു എന്നുകൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. അത് ആ പേരൻസിനും കുട്ടികൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ സഹപ്രവർത്തകർക്ക് അല്ലെ, നമ്മുടെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരുപോലെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ ഗ്രിഗോറിയൻസിനും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ജയശ്രീ ടീച്ചർ. പ്രസിദ്ധ് സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഞാൻ രണ്ടുപേരെയും കൂടെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ രത്നസാഗർ പബ്ലിക്കേഷൻസിന്റെ റിസോഴ്സ് പേഴ്സൺ കൂടിയാണ് പ്രസിദ്ധ് സർ. അതിനുവേണ്ടി ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പ്രസിദ്ധ് സാറിന്റെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് സന്ദീപ് സാറിനും ആകർഷനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു ഓൺ ബിഹാഫ് ഓഫ് ദ സ്കൂൾ. താങ്ക് യു സോ മച്ച് സന്ദീപ് ആൻഡ് ആകർഷ്. പിന്നെ ഇന്ന് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും, പേരൻസിനും കുട്ടികൾക്കും എല്ലാ ഗ്രിഗോറിയൻസിനും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. നമുക്ക് ഈ ഒരു സെഷൻ സാർ ഇന്ന് പറഞ്ഞ സെഷൻസിൽ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതല്ല, അത് ആരും ചെയ്യത്തില്ലെന്ന് അറിയാം. പക്ഷെ സാർ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഈ ഒരു സെഷന്റെ നമ്മുടെ സ്കൂളിന്റെ ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നത്. അപ്പം എല്ലാവരും അത് ഇംപ്ലിമെന്റ് ചെയ്യുക. അതിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് പ്രസിദ്ധ് സാർ once again for your time. Okay, thank you. The session is over. Thank you. Thank you, sir. Thank you. Thanks, everybody. Good night. Thank you all. Bye-bye.